മൊബൈൽ കുറച്ച് അകലെയാണ്. അപ്പൊ ശബ്ദം എങ്ങനെയുണ്ട്? ഓക്കെ. ശബ്ദം ക്ലിയർ ആണോ? അതെ അതെ. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ന്യായപ്രമാണ ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആദ്യം സാക്ഷ്യത്തിന്റെ ബന്ധത്തിലാണ് ആ ഒരു എപ്പിസോഡ് ഒരളവിൽ നടത്തിയത്. പിന്നെ അല്പസമയം രണ്ടാമത്തെ എപ്പിസോഡിലും സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. തുടർന്ന് ന്യായപ്രമാണത്തിൻ്റെതായ ചില അടിസ്ഥാന കാര്യങ്ങളിലോട്ട് നാം കടന്നു പോവുകയുണ്ടായിരുന്നു. പ്രമാണങ്ങൾ എന്ന് പറയുന്നതായ അവസ്ഥയിൽ ആർക്കെല്ലാമാണ് പ്രത്യക്ഷമായി പ്രമാണങ്ങൾ ലഭിച്ചതായിട്ടുള്ള കാര്യം നാം ഒന്ന് സ്ലൈഡിൽ വായിച്ചത് ഇങ്ങനെയാണുള്ളത്. ആ സ്ലൈഡിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദാമിന് കൊടുത്തതായ ഒരു പ്രമാണം, പിന്നെ നോഹയ്ക്ക്, അബ്രഹാമിന്, യോസേഫിന്, യൂബിനും കൊടുത്തെന്ന് പറയുന്നത് അവരിലൂടെ ഉളവായതായ ആത്മീയ ജീവിത നിലവാരത്തിൻ്റെതായ തോത് നോക്കിക്കഴിഞ്ഞാൽ ന്യായപ്രമാണം ലഭിച്ച ശേഷം വളരെയധികം ന്യായപ്രമാണങ്ങളിൽ ആത്മാർത്ഥത പുലർത്തിയവരാണെന്നുള്ള ആ വ്യക്തി തോന്നിപ്പോകും. എന്നാൽ ഇവരെല്ലാം, ഈ രണ്ടുപേരും ന്യായപ്രമാണങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മോശ മൂലം ലഭിച്ചതായ പ്രമാണങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരാൾ വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ ലിഖിതമായി കിട്ടിയതായ പ്രമാണങ്ങൾക്ക് മുമ്പ് തന്നെ പ്രമാണങ്ങളെ ആത്മാവിൻ്റെതായ പ്രേരണയാൽ അല്ലെങ്കിൽ മനസാക്ഷിയിലൂടെ ദൈവം നൽകിയതായ ആ ശിക്ഷ നടപടികൾ ഊന്നി ജീവിച്ചവരായിരുന്നു. അങ്ങനെ ഇവർക്കും പ്രമാണങ്ങളുള്ള ബന്ധത്തിൽ വലിയൊരു വെളിച്ചം ലഭിച്ചവരാണ്. പിന്നെയാണ് നാം മോശയിലൂടെ വ്യക്തമായ ലിഖിത പ്രമാണങ്ങളിലോട്ട് കടന്നു വരുന്നത്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ദൂതന്മാരിലൂടെയും പ്രമാണങ്ങൾ നൽകിക്കൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ലൈഡിൽ തന്നെ അതിൻ്റെതായ പ്രത്യക്ഷമായ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ആ റെഫറൻസ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കുറേയും കൂടെ വചന വെളിച്ചത്തിൽ ഇതിൻ്റെ ഉള്ളതായ നിജ അവസ്ഥ ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കും. പിന്നെ നമ്മൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് കാണുന്നത്. അപ്പോ 2 കാലഘട്ടത്തിലുള്ളതായ പ്രമാണങ്ങൾ കാണുന്നുണ്ട്. ആ 2 കാലഘട്ടങ്ങളിലായ പ്രമാണത്തോട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ചയാൽ പറഞ്ഞു എന്നറിയില്ല. ഇങ്ങനെയാണ് മരണത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നുള്ള കാലഘട്ടം. അല്ലല്ല, ഇത് ഇപ്പൊ എടുത്തിരിക്കുന്ന ഇത് വേണ്ട, അത് നേരത്തെ ഇട്ടാ മതി. ഇത് തന്നെ മതി. ഇതിൽ തന്നെ മരണത്തിന്റെ ഈ പ്രമാണങ്ങളെല്ലാം ഒരളവിൽ മരണത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് താൻ 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുണ്ടായിരുന്നു, മോഹിക്കരുതെന്ന് പ്രമാണം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മോഹം എന്നിലുള്ളവാകുന്നത് അതൊരു എന്താ പറയുന്നത്, ഒരു നാച്ചുറൽ ആയിട്ടുള്ളതായ ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. അതിന് പ്രത്യേകതയൊന്നുമില്ല, മോഹം ഉണ്ടാകുന്നതാണല്ലോ എന്നുള്ള ചിന്ത വന്നാലേ. എന്നാൽ മോഹിക്കുന്നുള്ളതായ പ്രമാണം വന്നപ്പോൾ അത് എന്നിൽ മരണമുള്ളവാക്കി എന്ന് പറയുന്നത്. കാരണം താൻ മോഹിക്കുന്ന വ്യക്തി തന്നിൽ തന്നെ മോഹം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണം വന്നപ്പോൾ മരണമുള്ളവാക്കി എന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ കൊടുത്തതായ പ്രമാണങ്ങളുടേതായ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഒരളവിൽ മരണം ഉളവാക്കുക മാത്രമല്ല, പാപത്തിൻ്റെതായ ആ പരിണത ഫലം, ശിക്ഷാവധി മനുഷ്യൻ ലഭിക്കും എന്നുള്ളതായ ഒരു ഉൾപ്രേരണ നൽകിക്കൊണ്ടിരുന്നു. അത് യേശുക്രിസ്തു നൽകിയതായിരുന്നു. യേശുക്രിസ്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തനിക്ക് മുമ്പുള്ളതായ അല്ലെങ്കിൽ ദൈവം കൊടുത്തതായ പ്രമാണങ്ങളുടെ ആത്മീയ നിലവാരത്തെയും കൂടി താൻ ഉയർത്തിക്കൊണ്ട് പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അത് വെറും അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നതല്ല, എന്നാൽ ആത്മാവിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആത്മീയമായ ആ നിലവാരത്തിലാണ് ന്യായപ്രമാണങ്ങൾ കാണേണ്ടതെന്നും നിവൃത്തീകരിക്കേണ്ടതെന്ന കാര്യം താൻ വളരെ വ്യക്തമായി തൻ്റെതായ ഗിരിപ്രഭാഷണം കൂടെയും മറ്റും വെളിപ്പെടുത്തിയുണ്ടായി.
കർത്താവ് പറയാറുണ്ടല്ലോ, ഒരു സ്ത്രീയെ നീ മോഹത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ വ്യഭിചരിച്ചു കഴിഞ്ഞു എന്നാ പറയുന്നത്. അവിടെ വ്യഭിചാരം എന്നുള്ളതായ ഒരു പ്രവർത്തി നടക്കണമെന്നില്ല. ഹൃദയം കൊണ്ട് തന്നെ ഒരു വ്യക്തിയെ നമ്മൾക്ക് കൊല്ലുവാൻ തക്കവണ്ണം പറ്റും, വ്യഭിചരിക്കാൻ തക്കവണ്ണം പറ്റും. അത് പറയുന്നത് എങ്ങനെയാണ്? നിന്റെ സഹോദരനെ വിടക്കേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ നീ കൊല ചെയ്തു എന്നുള്ളതായ കാഴ്ചപ്പാട് ദൈവം എന്നെ കാണുന്നു. അപ്പൊ യേശുക്രിസ്തു പ്രമാണങ്ങളുടേതായ ആ ആഴങ്ങളിലേക്ക് കടന്നുപോയി അതിനെ വേഗരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അതിനെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പൊ അതിന്റെ കാഠിന്യത പറയാണ്. എന്നിട്ട് നാം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളതായ പ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ അത് വള്ളി പുള്ളി കൂടാതെ ഉദ്ധരിക്കണം. അല്ലെങ്കിൽ യഹൂദന്മാരോട് പറയാണ്, പരീശന്മാരായ സദുക്യരായ നിങ്ങളോട് പറയുന്നു, ഈ പ്രമാണങ്ങളെ വള്ളി പുള്ളി കൂടാതെ ഉദ്ധരിക്കാതെ അതിന് നിങ്ങൾക്ക് ഒരിക്കലും മോചനമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിന്റെ ശാപത്തിൽ നിങ്ങൾ മരിക്കും. അതിൻ്റെതായിട്ട് ഫലം ആ അന്ധകാരമാവുന്നതായ അവസാനം നിങ്ങൾക്ക് അത് സമീപിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ഒതുങ്ങേണ്ടി വരും എന്ന് പറയും. അപ്പോ അവിടെ തന്നെ കർത്താവ് യേശുക്രിസ്തു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്നിരിക്കുന്നത് പ്രവാചകന്മാരെയോ പ്രമാണങ്ങളെയോ അത് നീക്കേണ്ടതിനല്ല വന്നിരിക്കുന്നത്, അത് ഞാൻ നിവൃത്തീകരിക്കേണ്ടതിനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. താൻ ഈ പറയുന്ന വാക്കിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോമാലേഖനം മൂന്ന് നാല് വാക്യത്തിന്റെ വായിക്കുന്ന എടുത്തിൻ്റെതായ ബലഹീനത ന്യായപ്രമാണത്തിന് കഴിയാൻ സാധിപ്പിക്കാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ പാവം ചെയ്ത സാഹചര്യം പാവനിമിത്തം അയച്ചു എന്നാ പറയുന്നത്. അപ്പൊ അതോട് ചേർത്താണ് കർത്താവ് പറഞ്ഞ വാക്യത്തിൻ്റെതായ നിജസ്ഥിതി അല്ലെങ്കിൽ അതിന്റെ ആഴം ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത്, അപ്പൊ പിതാവ് അയച്ചെന്ന് പറയുന്നതായ കാര്യം കർത്താവ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടേതായ ജഡത്തിന്റെ ബലഹീനതയാൽ നിങ്ങൾക്ക് നൽകിയതായ പ്രമാണം നിവൃത്തീകരിച്ചുകൊണ്ട് നീതീകരിക്കപ്പെടാൻ തക്കവണ്ണം പറ്റുകയില്ല. കാരണം നിങ്ങളുടെ ശരീരം ബലഹീനമാണ്. നാം ബലഹീന അവസ്ഥയെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അത് ടച്ച് ചെയ്ത് പോവുകയാണ്. ബലഹീനത ഒറ്റ വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ആത്മാവ് വസിക്കുന്നതായ ഒരു ശരീരത്തിൽ മരിച്ചിരിക്കുന്ന ആത്മാവ് വസിക്കുന്ന ശരീരം കൊണ്ട് ന്യായപ്രമാണം അല്ലെങ്കിൽ റോമാലേഖന 7:14 വാക്യത്തിൽ പറയുന്ന പോലെ ന്യായപ്രമാണം ആത്മീയമല്ലോ. അപ്പൊ ആത്മീയമായ ന്യായപ്രമാണം മരത്തിയതായ ഒരു ആത്മാവുള്ള ശരീരം കൊണ്ട് നൂതീകരിക്കാൻ തക്കൊണ്ടും പറ്റുന്നില്ല കാര്യം പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്കൊണ്ടും പറ്റും. അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റോമാലേഖനം 8:3 വാക്യത്തിൽ പറയുന്നത്, ജഡത്തിന്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് കഴിയാൻ സാധിപ്പിക്കാൻ തക്കോണം ദൈവം തന്റെ പുത്രന്റെ പാവജയുടെ സാഹചര്യം പാവനിമിത്തം അയച്ചു. അയച്ചതായി ക്രിസ്തുവിടെ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് പ്രമാണങ്ങളെയോ പ്രവാചകന്മാർ നീക്കേണ്ടതല്ല, എന്നാൽ നിവൃത്തീകരിക്കാൻ തക്കോണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും എന്ന് പറയുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഈ കാണുന്നതായ പട്ടിയോട് ബന്ധപ്പെട്ട് അതിന്റെ നടുക്ക് നിൽക്കുന്നവനാണ്. പ്രമാണങ്ങളെ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട് പ്രമാണങ്ങൾ ഇത്രത്തോളം കാഠിന്യമേറിയതാണ്, അത് ഒരു വലിയ പുള്ളിയും കൂടാതെ നിവൃത്തീകരിക്കണം. ഏതെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പറ്റുന്നില്ല. അത് യൂത പറയുന്നത് എങ്ങനെയാണ്? കൽപ്പനകളിൽ 10 പ്രമാണിച്ച ശേഷം ഒരു കൽപ്പന നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിച്ചുവെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു കൽപ്പന തെറ്റിക്കുകയാണെങ്കിൽ സകല കൽപ്പനകളും തെറ്റിച്ചായിട്ട് ദൈവം കണക്കാക്കുന്നു. അപ്പൊ പ്രമാണങ്ങൾ മൂലം ഒരിക്കലും ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കാനുള്ള നീതി ലഭിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞ മയറി ക്ലേയിലും നമ്മളുടേതായ കാര്യം മയറി ക്ലേ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണല്ലോ. കാട്ടിലും മറ്റുണ്ടാകുന്ന ഒരു ജാതി എന്താണ് കുളമുണ്ട്, അല്ലെങ്കിൽ തടാകങ്ങളുണ്ട്. അത് മയറി ക്ലേ എന്ന് പറഞ്ഞാൽ അതിന് വീണ് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും രക്ഷ പ്രാപിക്കുകയില്ല. ഓരോ പ്രാവശ്യവും കാല് വെച്ച് പൊക്കാൻ നേരത്ത് അവൻ താണുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ
വ്യക്തിക്ക് സ്വയമായിട്ട് അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കൊണ്ട് സാധിക്കില്ല. അത് രക്ഷപ്രാപിക്കണമെങ്കിൽ പുറമേ ഒരാൾ സഹായിക്കണം. അതേപോലെയുള്ള അവസ്ഥയിലാണ് നിപ്രമാണം എന്ന് പറയുന്നത്. അത് നിവൃത്തിയിരിക്കാൻ കൊണ്ട് നോക്കും തോറും അതിൻ്റെതായ നിവൃത്തീകരണം ചെയ്യാത്തതായ ശിക്ഷാവധി പെരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നാം റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തിൽ പാവം പെരിയെടുത്തേക്കുമ്പോ പെരുകി എന്ന് പറയുന്നത്. അപ്പൊ പാവം പെരുകിക്കൊണ്ട് താന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ യേശുക്രിസ്തു മൂലം കൃപ പെരിയപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്താൻ തക്കവണ്ണം ആ കൃപയുടെ ആളായ കരങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഇവിടെ നാം കാണുന്നത്. കർത്താവ് അതിനെ പറയുന്നത്, ഞാൻ പ്രമാണങ്ങളെയോ പ്രവാചകന്മാർ നീക്കിയിട്ട് വന്നതല്ല നിവൃത്തിയിരിക്കാൻ തക്കുന്നത്. അപ്പൊ കർത്താവ് നിൽക്കുന്ന ഇതിന്റെ രണ്ടിന്റെ മധ്യത്തിലും മരണത്തിന്റെ പ്രമാണത്തിന്റെയും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യൂതലേഖനത്തിന്റെ 1-ന്റെ എത്രാം വാക്യമാണ് 24-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തിന്റെയും മധ്യത്തിൽ നിൽക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെയും ന്യായപ്രമാണത്തെ കുറിച്ച് ഒന്ന് വ്യാഖ്യാനിക്കേണ്ടതാണ്. അത് പിന്നെ അത് ഇതിനോട് ബന്ധപ്പെട്ട് പറയാം. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മരണത്തിൻ്റെതായ പ്രമാണങ്ങളെ അത് നിവൃത്തിയിരിക്കാൻ തക്കവണ്ണം നാം എബ്രായലേഖനം 9-10 വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരി പരമായിട്ട് ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. നീതിയെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ വായിക്കുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തനും പോലുമില്ല. അപ്പൊ നീതി എന്താണെന്ന് പോലും അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പിതാവിന്റെ നീതി അറിയുന്നതായ പുത്രൻ അതിനെ ഇഷ്ടപ്പെടുകയാണ്. നീതിയെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്റെ ജീവിത ന്യായപ്രമാണത്തിൻ്റെതായ വള്ളിപ്പുള്ളി കൂടാതെ നീതി ഉള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടി എന്നുള്ള കാര്യം റോമാലേഖനം 8-3 വായിക്കുന്നുണ്ടല്ലോ. ജഡത്തിന്റെ ബലഹീനത ന്യായപ്രമാണത്തിലും കഴിയാൻ സാധിക്കാത്ത ഗുണം മനുഷ്യനെ അനുവദിക്കാത്ത പുത്രം വന്ന കാര്യം ഇവിടെ വ്യക്തമാണ്. അപ്പൊ നാം ചിന്തിക്കുന്ന ആളെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ന്യായപ്രമാണം വള്ളിപ്പുള്ളി കൂടാതെ നിവൃത്തീകരിച്ചുകൊണ്ട് അതിൻ്റെതായ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡ്, നിവൃത്തിയെന്ന സൈഡ് നമ്മൾക്ക് അതിൻ്റെതായ ഇംഗ്ലീഷിൽ വാക്ക് പറയും. അതിന്റെ ഒമിഷൻ ആൻഡ് കമ്മീഷൻ എന്ന് പറയും. വിട്ടുപോയത് താൻ എല്ലാം ചെയ്തു തീർത്തു വള്ളി കൂടി വിടാതെ തന്റെ പ്രവൃത്തി കൊണ്ട്. തന്റെ 30 വർഷത്തെ കാലഘട്ടത്തിൻ്റെതായ പ്രവർത്തനത്തെ ഒറ്റ വാക്കുകൊണ്ട് നാം മത്തായിയുടെ സുവിശേഷം 3-ലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ഇവനെന്റെ പുത്രൻ, ഇവനെ ഞാൻ അതാണ് ദിസ് ഈസ് മൈ ഡിയർ സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് പറയാറ്. ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എങ്ങനെയാ? തന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം കൊണ്ട് മനുഷ്യന് കഴിയാഞ്ഞ പ്രമാണങ്ങളെ പരിപൂർണമായിട്ട് നിവൃത്തിയതിനു ശേഷം താൻ ആലയത്തിൽ എന്ന് പറയാണ് യശയ്യാപ്രവചനം എടുത്തുകൊണ്ട്, ഈ വചനം ഇന്ന് നിവൃത്തിയായിരിക്കുന്നു. ഈ വചനം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ പാവികൾക്ക് വിടുതലും ബദ്ധന്മാർക്ക് വിടുതലും പാവികളിൽ നിന്നുള്ള മോചനവും അന്ധകാരത്തിൽ കൊടുക്കുന്നവർക്ക് പ്രകാശത്തിനായിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ ആ യശയ്യാപ്രവചനം വായിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത് കാണാൻ തക്കവണ്ണം സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് ഗ്രഹിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നത് നമ്മുടെ കർത്താവ് വന്ന ശേഷം മനുഷ്യൻ്റെതായ ബലഹീന ശരീരം കൊണ്ട് നേടുവാൻ തക്കവണ്ണം പറ്റാത്തതായ ആ കാര്യം താൻ നിവൃത്തിരിച്ചതാണ് നാം കാണുന്നത്. അപ്പോ കർത്താവ് യേശുക്രിസ്തു മരണത്തിന്റെയും ജീവന്റെയും പ്രമാണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രമാണത്തിന്റെ മധ്യ നിന്നുകൊണ്ട് മരണത്തിന്റെ പ്രമാണത്തിന്റെ മരണം താൻ ഭവിച്ച ശേഷം പിന്നെ നമ്മൾക്ക് അതിരിക്കുന്നത് മരണമില്ലാത്ത പ്രമാണമാണ്. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. ആ പ്രമാണത്തിൽ വന്ന വീഴ്ചയ്ക്ക് ശിക്ഷ ശരീരത്തിൽ ബാലശിക്ഷയായിട്ട് ലഭിക്കുന്നു. ആ പ്രമാണം നിവൃത്തിയിരിക്കുന്ന ഓരോ നിവൃത്തികരണത്തിനും സ്വർഗത്തിൽ പ്രതിഫലമായിട്ട് നമുക്ക് സൗജന്യമായി ലഭിച്ചതായ ആ ഗ്ലോറിയിന്മേൽ അല്ലെങ്കിൽ ശോഭയിന്മേൽ ശോഭ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗരസംസം പറയാണ് ഇങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. റോമല 8-ൽ പറയും, 8-ന്റെ 17-18 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനോട് നമുക്ക് കൂട്ടാവശ്യങ്ങളാണ്, എന്നാൽ അവനോട് കൂടി നാം കഷ്ടം സഹിച്ചാൽ അവനോടുകൂടി തേജസ്കരിക്കപ്പെടും. അവിടുത്തെ തേജസ്കരണം എന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കുന്നതാണ്. എന്നാൽ അതേ അധ്യായത്തിലെ 29-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മെ മുൻകണ്ടിരിക്കുന്നത് പുത്രന്റെ രൂപത്തിൽ അനുഗ്രഹാവുന്ന കോണമാണ്. മുൻകണ്ടവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ആ തേജസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിൽ നഷ്ടപ്പെട്ടു പോയതായ
ആ ആത്മാവിന്റെ ജീവൻ യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്താൻ സൗജന്യമായിട്ട് നൽകി. എന്നാൽ അതിന്റെ മുകളിൽ ലഭിക്കാവുന്നതായ തേജസ്സിനെ കുറിച്ച് പൗരസംശയം പറയാണ്. നമുക്ക് ലഭിക്കാതിരിക്കുന്നതായ തേജസ്സിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷ്ണനോട് കഷ്ടം സഹിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാതിരിക്കുന്ന തേജസ്സിനോടുള്ള ബന്ധത്തിൽ ഈ കഷ്ടങ്ങളെ നിസ്സാരമായിട്ട് കാണുന്നു. അത്ര വലിയ ശോഭയാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ മാനം എന്ന് പറയുന്നാൽ യേശു ക്രിസ്തു തന്നെയാണ് പുത്രന്റെ രൂപത്തെ അനുകൂലമാക്കുക എന്ന് പറയുന്നത്. ആ പുത്രന്റെ രൂപത്തെ അനുകൂലം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടെ എന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട്, അത് ത്രിത്വത്തിലെ ആ ദൈവ ത്രിത്വത്തിൽ ഒരുവനായ അവന്റേതായ ആ രൂപത്തോടെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ അവൻ ദൈവമായിരിക്കാൻ ആത്മാവാണ്. അവന്റേതായ ശോഭയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെയും എത്തുവാൻ തക്കോണം പറ്റിയില്ല. ദൈവത്തിന്റെ സൃഷ്ടിത്തിന്റെ ഉദ്ദേശം അതല്ല. എന്നാൽ വ്യക്തിമാർക്കായിട്ട് വെച്ചിരിക്കുന്നതായ യേശു ക്രിസ്തുവിനുള്ളതായ ആ ശോഭയുടെ അതിൻ്റെതായ വ്യക്തിമാർക്കോട്ട് എത്തുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും ദൈവം മുൻകണ്ടുകൊണ്ട് വിളിച്ചു നഷ്ടപ്പെട്ടുപോയ തേജസ് നൽകി യഥാസ്ഥാനപ്പെടുത്തി ഓട്ടക്കടത്തിൽ വെച്ചിരിക്കുകയാണ്. അവൻ മുന്നേ ഓടുന്നു, നാം പുറകെ ഓടുന്നു. അതാണ് എബ്രായരായിട്ട് വായിക്കുന്നത്. പറയേണ്ട സാരം ഇതാണ്, നമ്മെ കർത്താവ് യേശു ക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തി വലിയ ഒരു ഓട്ടത്തിലോട്ട് ആക്കി വെച്ചിരിക്കുന്നു. താൻ പ്രമാണത്തിൻ്റെതായുള്ള മരണം തന്നിൽ വഹിച്ചുകൊണ്ട് ഇപ്പോൾ മരണം പ്രമാണത്തിന്റെ നിവൃത്തീകരണത്താൽ വരുന്ന തെറ്റിൻ്റെതായ മരണം നമ്മിൽ നിന്ന് മാറ്റുന്നു. ഇത് നാം വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകം അല്ല എക്സോഡസിലും വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. 28-ാം അധ്യായത്തില് കർത്താവ് മഹാപുരോഹിതൻ തന്റെ ശരീരത്തിൽ വഹിക്കുന്നതായ ആ പതക്കത്തിൽ എല്ലാ യഹൂദ ഗോത്രത്തെയും വഹിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവൻ ഇസ്രായേലിൻ്റെതായ ജനത്തിന്റെ പാവം അവൻ ഹൃദയത്തിൽ വഹിക്കണോ എന്ന് പറയുന്നത്. നമുക്കറിയാം, അഹരോനൊന്നും ആരുടെയും പാവം ഹൃദയത്തിൽ വസിച്ചിട്ടില്ല. അത് ആരെയും കാണിക്കുന്നത്? അത് പൊരുളായി വരുന്നതായ മഹാപുരനായ പിതാവിന്റെ വലതു ഭാഗത്ത് വഹിക്കുന്നവൻ എപ്പോഴും പിതാവിന്റെ വലതു ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പരിപൂർണമായ ശിക്ഷ ഏറ്റുകൊണ്ടും ആ ശിക്ഷാവിധി മാറ്റിയിരിക്കുന്ന അവസ്ഥയിൽ താൻ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ റോമാലേഖനം 8-1 വാക്യത്തിൽ പറയുന്നുണ്ട് തന്നെ, അതിനാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഈ പ്രഖ്യാപനമായിട്ടാണ് പിതാവിൻ്റെതായ വലതു ഭാഗത്ത് നമ്മൾക്ക് അനുദിനം വരുന്ന വീഴ്ചയെ യഥാശപ്പെടുത്തി വീണ്ടും ശോഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം മഹാപുരുഷനായ കർത്താവ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറയാൻ തക്കവണ്ണമുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊണ്ട് തന്നെ ഈ ന്യായപ്രമാണ ബന്ധത്തിലെ ചില കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞ ആഴ്ച ഇത് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. പിന്നെ ഈ പ്രമാണങ്ങളുടെ ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ താൻ പറയേണ്ട, ഞാൻ പോകുന്നതല്ലാണ്, എന്നാൽ കാര്യസ്ഥം വരും. കാര്യസ്ഥം വരുമ്പോൾ അവൻ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ ലോകത്തെ വെളിപ്പെടുത്തും. അതിന്റെ കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ താൻ പറയാണ്, അവൻ നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അത് അവന്റേതല്ല, എന്റേതാണ്. പിതാവിന്റെ അല്ല എന്റേത്, എന്റേതല്ല പിതാവിന്റെയാണ്. അത് എന്നിൽ നിന്ന് അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അവൻ തന്നെ മഹത്വപ്പെടുത്തിയില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോ കർത്താവായ യേശു ക്രിസ്തു പുത്രനാം ദൈവം ചെയ്ത ആ ക്രൂശിൻ്റെതായ മഹത്വം എന്ന് പറയുന്നത് എത്ര വലുതാണ്. പ്രമാണ ബന്ധത്തിൽ അതിന്റെ മഹത്വം ആർക്കും കൊടുക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവോട് ബന്ധപ്പെട്ട് കർത്താവ് അതിന്റെ സാക്ഷ്യമായിട്ട് പറഞ്ഞു, അവൻ സ്വയമായിട്ട് മഹത്വം കൊടുക്കുകയില്ല. ഇന്ന് ചിലതായുള്ളതായ കൂട്ടര് അവർക്ക് ആത്മാവ് വന്നെന്ന് പറഞ്ഞിട്ട് ദൈവവചനം അല്ലാത്തതായ ചില കൃപാകൾ ലഭിക്കുന്നു പറഞ്ഞിട്ട് മഹത്വം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മാവ് ലഭിക്കാത്തവര് ഞങ്ങൾക്ക് ആത്മാവ് ലഭിച്ചവർക്ക്. അപ്പൊ ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ മഹത്വം കൊടുക്കുന്ന അവസ്ഥ. കർത്താവ് പറഞ്ഞു, തന്നാലുള്ളതായ രക്ഷയല്ലാതെ വേറൊരു രക്ഷ ഒരുക്കുന്ന സാധ്യമല്ല. അത് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും പറയുന്നുണ്ട്. അവിടെ ആ ഭാഗം പോട്ടെ. പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിൻ്റെതായ ശാപമെല്ലാം മാറ്റിയ ശേഷം ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് ഒരു പുതിയ നിയമം നൽകിയിരിക്കുന്നത് താൻ മൂലവും കൂടാതെ തന്നെ തന്നെ പറയുന്നതായ അപ്പോസ്തലന്മാർ മൂലം അടിസ്ഥാനമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പുതിയ പ്രമാണത്തിൻ്റെതായ തുടക്കം കുറിച്ചു. അതാണ് എബ്രായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ പ്രസ്താവിച്ച വചനം അന്ത്യനാളിൽ
എന്താ പറയാ, പുത്രൻ മൂലം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവ പുത്രൻ അതിൻ്റെതായ എല്ലാ അവസ്ഥകളും വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ ഇനിയും കാര്യങ്ങൾ വെളിപ്പെടുത്തും. അതാണ് നാം കാണുന്നത് പ്രവർത്തികളുടേതായ പുസ്തകത്തിലും കൂടാതെ തന്നെ മറ്റു ലേഖനങ്ങളിലുമായി പൂർണ്ണമായുള്ളതായ കൽപ്പന കിട്ടിക്കഴിഞ്ഞു. അതിനോട് ബന്ധപ്പെട്ട് തിമോത്തിക്ക് പൗലോസ് പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടതായ എല്ലാവിധ ഉപദേശ സത്യങ്ങളും ഈ തന്നിരിക്കുന്നതായ പുസ്തകത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി വേറെ പുസ്തകത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അനിവാര്യമായ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായ ശേഷം അഡീഷണൽ ആയിട്ടൊരു പ്രസിദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. പൂർണ്ണതയിൽ തന്നെ ആയിരിക്കുന്നതാണ് കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് പ്രമാണങ്ങൾ ലഭിച്ചതോട് ബന്ധപ്പെട്ടും പ്രമാണം ഒരളവിൽ നിവർത്തിരിക്കേണ്ടതായ കാലത്തോട് ബന്ധപ്പെട്ടും പ്രമാണങ്ങൾ ഒരാൾക്ക് അത് മരണത്തിൻ്റെതായിരുന്നെന്നും രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും അത് സ്വാതന്ത്ര്യ പ്രമാണമായിട്ട് ആ പ്രമാണം മൂലം അല്ലെങ്കിൽ ആ പ്രമാണത്തിന്റെ ബേസിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെതായ ആ കാരണമുണ്ടല്ലോ. എഫെസ്യ ലേഖനം 2:10 നമ്മെ യേശു വീണ്ടും ജനിപ്പിച്ചിരിക്കുക എന്തിനു വേണ്ടിയാ? സൽപ്രവൃത്തി എന്നൊക്കെ വേണം. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രമാണബദ്ധരായിരിക്കണം. അല്ലാതെ തോന്നിയതായ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കാര്യമായില്ലല്ലോ. ഇന്ന് പല പല സമൂഹങ്ങൾ, ക്രിസ്ത്യ സമുദായങ്ങൾ പല പല സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് രക്ഷ പ്രാപിക്കാനല്ല പറയുന്നത്. അവിടെ രക്ഷ പ്രാപിച്ചവർക്ക് വേണ്ടിയാണ് ഈ സൽപ്രവൃത്തി ചെയ്യേണ്ടത്. ഒരു കൂട്ടർ ആ സൽപ്രവൃത്തി ചെയ്ത് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ വചനപ്രകാരം രക്ഷ പ്രാപിച്ചു സൽപ്രവൃത്തി ചെയ്തു ആ രക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച സ്വാമിക്ക് മാറ്റുക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഒറ്റയടിക്ക് നാം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിനോട് ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം പിന്നെ ആദാമിനുള്ള ബേസിൽ നാം ചിന്തിച്ചു. ആദാമിന് ആ ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന 3 കാലഘട്ടത്തിൽ, അടുത്ത സ്റ്റേജിലിട്ട് ആ 3 കാലഘട്ടത്തിൽ നമ്മൾ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാണ്. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു ഓരോ കാലഘട്ടത്തിൽ. അതിൻ്റെ അകത്ത് 1-ാം കാലഘട്ടത്തിലെ ചില കാര്യം ഒന്ന് വിട്ടുപോയി. അതിന്റെ 1-ാം കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ അവന് അതാണ് ഏക പ്രമാണം ആചരിച്ചു, പ്രമാണത്തെ അനുസരിച്ചു തോട്ടം കാക്കുവാൻ തക്കവണ്ണം ദൈവകൃപയായി അവൻ ജീവിച്ചാണ്. അപ്പോ ഏകനായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് നിവർത്തീകരിച്ചൊരു കാലമാണ്. ആ കാലമാണ് ഒന്നു കഴിഞ്ഞാൽ മനുഷ്യരോട് ബന്ധപ്പെട്ട് എന്താണ് ഒന്ന് വായിക്കുന്നു. 7-ാം പറയുന്നുണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലത്. കാരണം ഏകനായിരിക്കുമ്പോൾ അവൻ്റെതായ സൃഷ്ടി അവന് വേണ്ടി അവന് പൂർണ്ണമായി തന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ തക്കവണ്ണം പറ്റും. എന്നാൽ ജഡത്തിന്റെ ബലഹീനത അവിടെ പറയുന്നുണ്ട്. അതുമൂലം താൻ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ വിവാഹം കഴിച്ചവൻ വിവാഹം കഴിച്ചുള്ള ബന്ധത്തിലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ജീവിതം ചെലവിടുന്നു. കഴിക്കാത്തവൻ കർത്താവിന് വേണ്ടി വിശ്വാസിയായിരിക്കാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അത് പിന്നെ താൻ പറയുന്നുണ്ട്, അത് പെരുത്ത വാക്യം പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പൊ ഇവിടെ വിവാഹം കഴിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിൽ പരീക്ഷണം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ പരീക്ഷണങ്ങൾ വരുന്ന കാലം നാം ചിന്തിച്ചു കഴിഞ്ഞു. പിന്നെ ഈ പരീക്ഷണാത്ത കാലത്തെ കുറിച്ചുള്ള ചില കാര്യം മാത്രമേ പറയാതിരിക്കുന്നുള്ളൂ. അപ്പൊ 2-ാം കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവന് കൊടുക്കാനുള്ളതായ കൽപ്പന ഞാൻ ഓടിച്ചു പറയാം. ആ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം വേണ്ടതായ എന്താ പറയുന്നത് സമർപ്പണം ഉണ്ടായിരുന്നില്ല. ആ കൽപ്പനകളുടെ ഗൗരവം അവൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെതായ കൂട്ടാളിയായ നൽകിയതായ ഹവ്വയ്ക്ക് താൻ അത് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് ഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ഗ്രഹിപ്പിച്ചിരുന്നെങ്കിൽ ഹവ്വ ആ വിലക്കപ്പെട്ട കനി ആയിരിക്കുന്ന ആ തോട്ടത്തെ നടുക്കായിരിക്കുന്ന ഭാഗത്ത് ഒരിക്കലും കടന്നു പോകില്ലായിരുന്നു. ഒരു കാര്യം ഇവിടെ പറയട്ടെ, അവിടെ കടന്നു പോകാതിരുന്നു കഴിഞ്ഞാൽ, അതിന്റെ അടുത്ത് കടന്നു പോകാതിരുന്നു കഴിഞ്ഞാൽ പരീക്ഷണം ഉണ്ടാകില്ല. ഇന്ന് നമ്മളൊരു കാര്യം അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിന്തിച്ചില്ല. നമ്മുടേതായ ക്രിസ്ത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ചെയ്തിട്ടില്ലെന്ന് അത്ര അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം? അത് ലോകമയത്തോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ ചില കാര്യങ്ങളെ അതിന്റെ
അതാണ് പറഞ്ഞാൽ വേരോടുകൂടി നിന്നാന്നൊക്കെ ഇവിടെയാക്കുന്നത്. ആ പ്രദേശത്തോട് തന്നെ പോകാതെ തന്നെ. ഇത് ചില ആൾക്കാർ അറിയില്ല. അത് ഉപേക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? അത് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ആളായ ഈ അവക്ക് പറ്റിപ്പോയ എന്റെ അടുത്തോട്ട് പോയാണ്. എന്റെ അടുത്തോട്ട് പോയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന കാര്യം അറിയാം. സാത്താൻ പിന്നെ ആകർഷിച്ചു, അവൻ പിന്നെ വ്യാഖ്യാനം തുടങ്ങും. ഇതാണ് നമ്മൾക്ക് പറ്റുന്നത്. വചനത്തിൻ്റെതായ അതിൻ്റെതായ ആ ഫീൽഡ് ഉണ്ട്, ആത്മീയ നിലവാരത്തിന്റെ ഫീൽഡ്. ഇത് ഗ്രഹിക്കാതെ വ്യാഖ്യാനിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ വ്യാഖ്യാനം മൂലം ഇന്ന് സഭയുടെ വിശുദ്ധിയും സഭയുടെ ആത്മീയ നിലവാരവും വാല്യൂസ് ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലോസ്റ്റ് ടോട്ടലി ബിക്കോസ് ഓഫ് their expression at the literal side. They are not taking the expression in the spiritual side. പൗലോസ് പറയുന്നുണ്ടല്ലോ, അത് അക്ഷരത്തിൽ എടുക്കുന്ന ആത്മാവിൽ എടുക്കാന്ന് പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ ആത്മാവിൽ കാണാതെ അക്ഷരത്തിൽ കാണുന്നതായ ഒരു പ്രസംഗ ശൈലിയുടേതായ ഉപയാക്താക്കളുടേതായ വലിയൊരു കൂട്ടം നമ്മളുടെ വേർപാട് സമൂഹത്തിൽ ഇപ്പൊ കടന്നു വന്നിരിക്കുകയാണ്. അവർ അറിയപ്പെടുന്ന ആളുടെ വലിയ വലിയ പ്രാസംഗികരും മറ്റുമാണ്. അവർ ചെയ്തു കൂട്ടുന്ന ആളുടെ കാര്യം ഈ മരത്തിന്റെ അടുത്തൊക്കെ പോകാലോ, എന്താണ് പറ്റുന്നത്? അങ്ങനെയൊന്നും പാടില്ലല്ലോ. അത് മരത്തിന്മേൽ തുടർന്ന് പാടില്ല, മരത്തിന് അടുത്ത് പോകെന്ന് പറഞ്ഞിട്ടില്ല. ആ മരത്തിന് മാത്രം പറഞ്ഞുള്ളൂ. പിന്നെന്താ? എന്നാൽ ആദം വരാൻ പോകുന്നതായ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവയെ ആ ഭാവത്തോട് കൂടിയില്ലായിരുന്നു. അവൻ തടുക്ക. പക്ഷേ ലഭിക്കുന്ന ആളുടെ കൽപ്പനയുടെ ആത്മീയ നിലവാരത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കൊണ്ട് പറ്റാത്ത ഒരു കാലമാണ് ആ അവയോടുള്ള ബന്ധത്തിൽ അവ ചെയ്ത പാവത്തിന് താനും കൂട്ടാളിയായി രണ്ടുപേരും ആത്മാവിന്റെ ജീവനാവുന്ന സ്വഭാവം നഷ്ടപ്പെടുത്തി നഗ്നരായി തീർന്നു. പിന്നീട് കാലഘട്ടത്തിലോട്ട് നമ്മൾ പറയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വന്നുപോയ കാര്യങ്ങളാണ് പറയുന്നത്. അവന് സ്വയമായിട്ട് തന്റെ വ്യക്തി വൈഭവത്തിൽ തെറ്റുകൾക്ക് ശിക്ഷയും ശരികൾക്ക് അതിൻ്റെതായ അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം കാരണമായി. അവന്റെ ജഡത്തിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജഡത്തിൽ മാത്രമൊന്നുമല്ല, അവൻ ചെയ്താലുള്ള ആത്മീയ ശിക്ഷയ്ക്ക് അവൻ അതാണ് കൂലി, അല്ലെങ്കിൽ സപ്ലിമെന്റേഷൻ നടത്തുകയാണ്. അല്ലെങ്കിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ അവർ നന്മതിന്മയെ തിരിച്ചറിയാൻ തക്കമുള്ളതായ ദൈവത്തിന്റെ പോലെ കഴിവെന്ന് പറയുന്നത് നമ്മിൽ ഒരുവനെ പോലെയുള്ളത്. അപ്പോ പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, ദൈവം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദൈവം ഉത്തരവാദി ആയിരിക്കുന്ന പോലെ തന്നെ മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അവൻ ഉത്തരവാദി ആയതുകൊണ്ട് ആ ഉത്തരവാദിത്വം അവനെടുക്കണം എന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കാൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ളതായ ശിക്ഷ വരുവാൻ തക്ക ഇടയാക്കുന്നത്? അവനെ ദൈവത്തിന് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാമല്ലോ. എന്നാൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു റോബോട്ട് പോലെയല്ല. ഒരു പട്ടിയെ അതിന്റെ പേര് വിളിച്ചു നമ്മുടെ അടുത്തോട്ട് വരുത്തുന്നതും അതിന്റെ കഴുത്ത് ചങ്ങലിട്ടിട്ട് വലിച്ചു കൊണ്ടുവരുന്നതും രണ്ടാ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണെങ്കിൽ പറയുന്ന എൻറ്റിറ്റി എന്ന് പറയും, വ്യക്തിത്വം കൊടുത്താണ്. ആ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ടതായ ഈ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തിന്മയ്ക്ക് ശിക്ഷയും നന്മയ്ക്ക് രക്ഷ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ദൈവം മനുഷ്യനെ കാണുവാൻ തക്ക ഇടയായത് മൂന്നാം കാലഘട്ടത്തെ ബന്ധത്തിലാണ്. അവിടെ ഒരു കാര്യം ദൈവം തിരുത്തുന്നുണ്ട്. സ്ത്രീയുടേതായ വാക്ക് കേട്ടതായ ആ തെറ്റിനെ പിന്നെ ദൈവം അവിടെ സ്ത്രീയെ ഭർത്താവിനെ അടിമയെന്നല്ല പറയുന്നത്, കീഴ്പ്പെടണമെന്ന് പറയുന്നു. കാരണം എന്താ? ഇവിടെ വന്നുപോയ ഈ ഒന്നാം കാലഘട്ടത്തിലുള്ള ആ ദോഷം വരാതിരിക്കുവാൻ തക്കവണ്ണം അതിലെ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയുണ്ടായി. അത് അതിന്റെ ഭാഗത്തോട്ട് പോകുന്നില്ല. അതിന് അടുത്ത ഇന്നത്തെ ടൈം എത്രയാന്ന് നോക്കട്ടെ. അതെ, ഇന്നത്തെ ആളുള്ള എപ്പിസോഡുകൾ ആദ്യത്തെ എപ്പിസോഡ് ഇടുക. ഇതല്ല, ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി അടുത്ത് ചിന്തിക്കാനുള്ളത് ആദത്തിന്റെ കഴിഞ്ഞുവല്ലോ. ആ ഉടമ്പടിയാണ് പ്രത്യക്ഷമായിട്ട് നമുക്ക് പിന്നെ ഒരു
രണ്ട് വിധത്തിലുള്ളതായ കാഴ്ചപ്പാടുകളില് ദൈവവചനത്തെ വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം ഇടയാകുന്നത് ഇവിടെ കാണുന്നതായ ഈ ഉടമ്പടിയുള്ള ബന്ധത്തിലാണ്. എന്ന് വെച്ചാൽ അത് കവനന്റ് തിയറി എന്ന് പറയും. ഈ കവനന്റ് തിയറിയിൽ പെടുന്നതായ പല പല കവനൻസും ഉണ്ട്. നാം ഇപ്പൊ അത് പഠിക്കാൻ തക്കവണ്ണം നാം ഉദ്ദേശിക്കുന്നില്ല. അത് കാലക്രമേണ പഠിക്കാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കവനന്റ് തിയറിയോട് ബന്ധപ്പെട്ട് ഈ കവനന്റ് തിയറിയുള്ളതായ ബലഹീനതയും കുറവുകളും അതിന്റെ പര്യാപ്തതയും അല്ലെങ്കിൽ അതിന്റെ ഡോക്ടറിനലി റോങ് ആയ സൈഡും എല്ലാം നമുക്ക് അറിയാം. എനിക്ക് അത് അറിയാം, ഞാൻ ഇപ്പൊ പറയുന്നില്ല അത്. എന്നാൽ കവനന്റ് തിയറിയിൽ പല വിധത്തിലുള്ളതായ ഈ തിയറി ഉണ്ടാക്കിയ ഉപജ്ഞാതാവ് പല പലതായ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അതിൻ്റെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ കവനന്റ് തിയറി എന്ന് പറയുന്നത് അതെല്ലാം മാറ്റിക്കൊണ്ട് നാം ഈ ഡിസ്പെൻസേഷൻ തിയറിയിലും കവനന്റ് തിയറിയുള്ളതായ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് വേണമെങ്കിൽ പഠിക്കാം, അത് വേണ്ട. പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കവനന്റ് തിയറിയിൽ പെടുന്നതായ ആദ്യത്തെ വ്യക്തിയാണ് നോഹ. നോഹയ്ക്കാണ് കവനന്റ് ആയിട്ട് ആ വെള്ളപ്പൊക്കത്തിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ലോകത്തെ പരിപൂർണമായിട്ട് ഒരു നീലൂടുമൂലം അതിന് വലിയൊരു എന്താണ് ഞാൻ പറയുന്നത് വലിയൊരു ശിക്ഷാവിധിയിലൂടെ കടത്തി, വെള്ളത്തിൽ കൂടിയുള്ള ശിക്ഷാവിധി കടത്തി ലോകത്തെ അവസാനിപ്പിക്കുകയും പുതിയൊരു സൃഷ്ടിത്വം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. നോഹയിലാണ് നമുക്കൊരു പ്രത്യേക ഒരു കാര്യം കാണാൻ തക്കണം പറ്റും. നോഹയെയും കർത്താവിനെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ നോഹ 9ാമത്തെ തലമുറയിൽ വരുന്നതാണ്. ആദാമിന് ശേഷം 9ാമത്തെ തലമുറ വരെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 9ാമത്തെ വ്യക്തിത്വത്തിൽ പെടുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമാണ്. അത് നമ്മൾ അത് അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ടോ ആ 9 വ്യക്തിത്വത്തെ കുറിച്ച്? അടുത്ത സൈഡിൽ നമുക്ക് കാണുന്നതാണ്. അങ്ങനെ 9 വ്യക്തിത്വത്തിൽ ആ അടുത്ത സൈഡിൽ ഇട്ട് ഇതിനു മുമ്പുള്ളത് സിബിൻ. ഇവിടെ നമുക്ക് കാണാം 9 വ്യക്തിത്വത്തിൽ പ്രധാന വ്യക്തിയായിട്ട് കർത്താവ് നിൽക്കുകയാണ്. അത് ആദാം, ശേത്ത്, നോഹ, ശേം, എബ്രഹാം, യാക്കോബ്, മോശ, ദാവീദ്, യേശു. അപ്പോ ഈ 9 വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്നത് ആരാധനയുടെ പരമ്പര കാണാൻ പറ്റും. ആദാമു ദൈവത്തെ ആരാധിച്ചു, ശേത്തിൽ ആരാധന യഥാസ്ഥാനപ്പെടുത്തി, നോഹ ദൈവത്തോടു കൂടി നടന്നു, ശേമാണ് ഒരളവിൽ ഈ നോഹയെ ലഭിച്ചാണ് അനുഗ്രഹത്തിൻ്റെതായ ഒരു ശൃംഖലയായി എബ്രാഹിമോട്ട് സത്യങ്ങളെ വെളിപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എബ്രാഹിം ദൈവത്തെ ആരാധിച്ചു, യാക്കോബ് ആരാധിച്ചു, മോശ ആരാധിച്ചു, ദാവീദ് ദൈവത്തെ ആരാധിക്കുക മാത്രമൊന്നുമല്ല, ആരാധിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ആലയം പണിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ പുത്രനായ യേശുക്രിസ്തു ആ ആലയത്തിന്റെ നിവൃത്തീകരണം ഉണ്ടായി. അപ്പോൾ പ്രധാനമായിട്ടുള്ളതായ ഈ 9 പേരിലെ ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു ആണ് ഈ ഉടമ്പടിയുടെ അവസാനം വരുന്നത്. താൻ ഉണ്ടാക്കിയുള്ള ഉടമ്പടി സ്വാതന്ത്ര്യത്തിന്റെ ഉടമ്പടിയാണ്. താൻ രക്തത്തിൽ പറഞ്ഞു, ഈ രക്തം, ഈ പാനപാത്രം പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി. അപ്പോൾ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും പഠിക്കുക. അതിപ്പോൾ അതുകൊണ്ട് പോകണമെന്ന് ഞാൻ പോകണമെന്നില്ല, അത് പിന്നെ പഠിക്കാം. അപ്പോൾ ആദ്യം ഇട്ട് തന്നെ ഇടൂ സിബിൻ. ഇതിനു മുമ്പുള്ളതായ സ്ലൈഡ്. അപ്പോ കർത്താവ് യേശുക്രിസ്തു മത്തായി സുവിശേഷം 26-28 താൻ ആ ഉടമ്പടി അവിടെ കൊടുക്കുന്ന കാണാൻ കൊണ്ട് പറ്റും. ആ ഉടുപ്പിന്റെ അത്താഴം താൻ സ്ഥാപിക്കുന്നതോട് ബന്ധത്തിൽ താൻ പറയുന്ന കാര്യമാണ് ആ വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ റെഫറൻസ്. അപ്പോ ഉടമ്പടികളിലെ താൻ അവസാന വ്യക്തി ആയിരിക്കുന്നു. പ്രധാന വ്യക്തിത്വത്തിൽ ന്യായപ്രമാണ ബന്ധത്തിലുള്ളതായ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതല്ല അല്ലെങ്കിൽ കൂട്ടായ്മയുള്ള ബന്ധത്തിലുള്ളതായ കാര്യത്തോട് ബന്ധപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവാണ് കൂട്ടായ്മയുടെ പൂർത്തീകരണം ഉണ്ടായത്. താൻ പറഞ്ഞു, പിതാവ് ദൈവ ആത്മാവാകുന്നു, പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവും സത്യത്തിലുമായിരിക്കുമെന്ന്. അപ്പൊ ആരാധന പഴയ കാലങ്ങളിൽ നടന്നുള്ള ആരാധന ബന്ധത്തിലും ആദാം ഒരളവ് നോക്കി കഴിഞ്ഞാൽ ആത്മാവും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിച്ചെന്ന് പറയാൻ തക്കുന്നുണ്ട്. തന്നിൽ പാവമില്ലാത്തൊരു കാലത്തുണ്ടായിരുന്ന കൂട്ടായ്മയും തൻ്റെതായ ആത്മാവിന്റെ ശോഭ നഷ്ടപ്പെടുവാതെ
ദൈവത്തോടുള്ള ആ ശോഭയെ തന്റെ ശോഭ ലയിപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ദൈവത്തോടുള്ള ശോഭയെ തന്റെ ശോഭ മിങ്കിൾ ചെയ്യുകയായിരുന്നു ആ കൂട്ടായ്മയിൽ. ഇന്ന് നമ്മൾക്ക് വേണ്ടത് ഈ മിങ്കിളിംഗ് ആണ്. ദൈവാത്മാവിൻ്റെതായ ഒരു മിങ്കിളിങ് സഭയിൽ ഏകത്വം ഉണ്ടാക്കുന്ന ആരാധനയാണ് വേണ്ടത്. അതാണ് ഏകത്വം എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ ടച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരാധന, കർത്താവ് സ്ഥാപിച്ച ആരാധനയുടെ മഹത്വം ഒന്ന് കാണാതെ അതിനെ ശിഥിലമാക്കിയാണ് ഇന്ന് വ്യാഖ്യാനം കൊണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എവിടെ ഞാൻ തരത്തിലല്ല വ്യാഖ്യാനം പോകുന്നത്. വെറും ശിഥിലീകരണം ഉണ്ടാക്കുക. അല്ലാതെ ഇവരെ കൊണ്ടൊന്നും ദൈവത്തിന്റെ ആത്മാവിന് ഒന്നും ചെയ്യാൻ കൊണ്ടും പറ്റുന്നില്ല. പേരും പെരുമയ്ക്കും വേണ്ടി, പൈസയ്ക്കും വേണ്ടി നടക്കുന്ന ഇത് പറയാതിരിക്കാൻ കൊണ്ടും പറ്റാത്തതെന്ന് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ആലയത്തിന്റെ വാതിലടച്ചു കളഞ്ഞത് ദൈവം. പറയാൻ സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നതായ ആ ആരാധന എന്ന് പറയുന്നത് ആദാം ഒരാളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നാം അതിൽ കൂടുതലായിട്ട് അനുഭവിക്കാതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയുകയാണെങ്കിൽ കുറച്ച് വ്യാഖ്യാനിക്കേണ്ടിരിക്കുക, അതിപ്പോ പറയുന്നില്ല. അവിടെ ആദാമ് തൻ്റെതായ ആ ആത്മാവ് ശോഭ ചെയ്യുന്നു. ദൈവം കടന്നു വരാൻ നേരത്തുള്ളതായ അനീറസിന് ഒരുമിച്ച് ചേർന്നു ആ ഏകീഭാവത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചതാണ്. അതാണ് ഒരളവിൽ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശരീരം അവസ്ഥയിൽ നമുക്ക് നൽകുന്നത്. യഥാർത്ഥമായ ആരാധനയിൽ ലഭിക്കുന്നതായ ആശ്ചര്യമായ അവസ്ഥയാണ് ആ ദൈവത്തോട് ഏകമായിരിക്കുന്നത്. പിതാവെ, ഞാൻ ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിന് നീ എനിക്ക് നിൽക്കുന്ന എല്ലാ ആ അനുഗ്രഹങ്ങളും ഞാൻ ഇവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ കർത്താവ് നേടിയത് എല്ലാ കാര്യങ്ങളും രക്ഷമാണ് മാത്രമൊന്നുമല്ല, അഭിഷേകം, ഒരു പുതിയ ജനം, ഒരു അതായത് നിങ്ങൾ പറയുന്ന അന്ധകാരത്ത് വിളിച്ചവന്റെ സൽപ്പുണികളെ സൂക്ഷിക്കാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ട ജാതി, ഒരു പ്രത്യേക ജനം, അല്ലെങ്കിൽ രാജപുരോഹിതന്മാരെ, ഒരിക്കലും ഈ വിശുദ്ധ ഗണം എന്ന് പറയുന്ന 4 ക്വാളിറ്റീസും നമ്മൾ ഉയർത്തിയിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളാൽ യഥാസാരപ്പെടുത്തുകൊണ്ട് യേശുക്രിസ്തു ശരീരം അവസ്ഥയിൽ പിതാവിന്റെ വലതുഭാഗത്ത് അല്ലെങ്കിൽ അതിവിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഈ ലോകത്തിൽ വെച്ച് തന്നെ കർത്താവ് സംജാതമാക്കിയിരിക്കുന്നത്. ആ അനുകൂലമായ അന്തരീക്ഷത്തിൽ നിന്നുമല്ല ഇന്ന് ആരാധന കൊണ്ടുപോകുന്നത്. ഇന്ന് ഉപദേശിക്കുന്ന ആൾക്കാർ പോലും അതിന്റെ സത്യത്തെ തച്ചുടക്കുന്ന അവസ്ഥയോട്ട് അതിനെ ഭിന്നീകരിക്കുകയാണ്. ഭാഷയിൽ മാത്രം ഒന്ന് കാണാൻ തക്കവണ്ണം പറ്റും, വ്യക്തികളോട്ട് അത് പല വിധത്തിൽ ഭിന്നതയിൽ കടന്നു പോകുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഇതൊക്കെ വേണോ, അത്രയും കഠിന വേണോ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാ പുസ്തകത്തിൽ വായിക്കുന്നതല്ലേ, എന്റെ വചനം കഠിനമെന്നവർ പറയുന്നു. ഇന്ന് ഇത് തന്നെ നടക്കുന്നത്, വചനം കഠിനമാക്കിയാണ്. അത്രത്തോളം പോകണമോ? അത് അത്രത്തോളം പറ്റുമോ? ഈ കാലത്ത് പറ്റുമോ? എല്ലാ കാലത്തും പറ്റുന്നതാണ്. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും അനന്യെന്ന് പറയുന്നത് യേശുക്രിസ്തു പറയുന്ന വചനമാണ്. അവനുമായിട്ടും നമുക്കുള്ള കാര്യമാണുള്ളത്. ദൈവത്തിന്റെ വചനം ഇരുവായിട്ടുള്ള ഏത് വർണ്ണക്കളിൽ മൂർച്ചേറിയതും പ്രാണനെയും ആത്മാവ് സത്യവത്തിയുടെയും വിവേചിക്കുന്നതും ഹൃദയത്തിൻ്റെതായ ആഴങ്ങളെ ശോധന ചെയ്തു അതിൻ്റെതായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതുമാവുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവനുമായിട്ടും നമുക്ക് കാര്യമുണ്ട്. അപ്പൊ വചനത്തോട് ബന്ധപ്പെട്ട കർത്താവിനെ കാണണം, അല്ലാണ്ട് ഇന്നൊരു വ്യക്തിത്വത്തിന്റെ ബന്ധത്തില്ല, വചനത്തിനോട് ബന്ധപ്പെട്ട്. അപ്പോ ഈ വചനത്തിൻ്റെതായ കാര്യങ്ങളുടെ ബന്ധത്തിൽ നാം എത്രത്തോളം ഗൗരവമായിട്ട് കാര്യം കാണുന്നു എന്നുള്ള കാര്യം ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോ അവിടെ നാം പറയുന്ന കാര്യം, ആദാമൊരളവിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന കാര്യം നമുക്ക് അറിയാത്തക്കൊണ്ടും പറ്റും. അതിപ്പോൾ ഒന്ന് ഓടിച്ചു പറയാനൊക്കെ ആഗ്രഹിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇതേപോലെ ഒരു നല്ലൊരു കൂട്ടായ്മ അനുഭവിച്ചവൻ ആ കൂട്ടായ്മയിൽ നിന്ന് ത്യജിക്കപ്പെട്ടു. അവൻ ഈ കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ടാണ് കർത്താവിനെ പോലെ ദൈവത്തെ പോലെ ആയിട്ട് എന്തൊക്കെ ആഗ്രഹിച്ചു. ഇത് തന്നെയാണ് ആദാമിനും വന്നത്, അല്ലെങ്കിൽ അവയുടെ സാത്താൻ പ്രവർത്തിച്ചത്. നിങ്ങൾ ഇത് പക്ഷേ ചെയ്യാൻ നിങ്ങൾ ദൈവത്തെ പോലെ ആവും. അവൻ ദൈവത്തെ പോലെ ആവാൻ നോക്കിയവനാ, ശപിക്കപ്പെട്ടു പോയി. അപ്പൊ ഇവരും ആ കൂട്ടത്തിലാവണം. ഇതിനു വേണ്ടിയാണ് അവനെ ഏത് വീണോ അതേ അളവിൽ ദൈവത്തെ പോലെ ആവുന്നതായ. അപ്പൊ ഈ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ മനോഹാരിതയും ദൈവത്തിനുള്ളതായ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചവർ തന്നെ അത് തന്നിൽ തന്നെ പൂർണ്ണമായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെതായ കൂട്ടായ്മ വേണ്ട, തന്നിൽ തന്നെ പൂർണ്ണത ഉണ്ടെങ്കിൽ പിന്നെന്താ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥ ആഗ്രഹിച്ചു സാത്താനെ പോലെ തന്നെ. അതിന്റെ പ്രത്യാഘാതമാണ് ഇന്ന് മാനവരാശി എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് അവിടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അവിടെ പറയാൻ തക്കോണ്ടുള്ളതായ കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ സാത്താന്റെ പ്രേരണ നഷ്ടപ്പെട്ടു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികള് കൂടുതലായ അതാണ് അത്യാഗ്രഹം ഉണ്ടായാൽ. ഇതാണ് അത്യാഗ്രഹം എന്ന് പറയുന്ന അവസ്ഥയിൽ ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളോട് കടന്നുപോയി അത്യാഗ്രഹികളാകുന്നു. ഇന്ന് നമ്മുടെ സഭാതലത്തിൽ കാണുന്നത് അത് തന്നെയാണ്. ദൈവം ഉദ്ദേശിക്കാത്ത വിഭാവനം തങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ ലഭിക്കാത്തതായ ആ വിഭാവനം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യണ കൂട്ടി. അതുപോട്ടെ അവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കൂട്ടായ്മയാണ് കർത്താവ് അല്ലെങ്കിൽ ആത്മാവ് ചേർന്നുകൊണ്ടുള്ളതായ ദൈവത്തോട് കൂട്ടായ്മ കഴിച്ചുകൊണ്ടിരുന്ന ആദാമു പോലെ നമ്മയും കർത്താവ് യേശു ക്രിസ്തു ആത്മാവിന്റെ നിറവിൽ ഒരേ ബാന്ധവത്തിൽ ക്രിസ്തുവിന്റെ ഏകശരീരം ഒന്നായ പരാജയങ്ങൾ ഒന്നെന്ന അവസ്ഥയിൽ ക്രിസ്തു പിതാവിൽ നാം ക്രിസ്തുവിൽ എന്ന് പറഞ്ഞ അവസ്ഥയിൽ പിതാവിൽ നാമും ഞാൻ നീ ഒന്നായിരിക്കുന്ന പോലെ ഇവർ തമ്മിൽ ഒന്നാകേണ്ടത്. അപ്പോ എത്ര അഭേദ്യമായ ഒരു ബന്ധത്തിലാണ് യേശു ക്രിസ്തു ഏകീഭാവത്തെ ഇതിനെ വെളിപ്പെടുത്തുന്നതാണ് ആ കർത്താവ് ഒരുക്കിയതായ ആത്മാവ്. അപ്പോൾ ഈ മൂന്നാമത്തെ എതിരെ ഇതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയെ സ്വയമായ തെറ്റിൻ്റെതായ കുറ്റമേറ്റു കൊടുത്തുകൊണ്ട് ആ ഏതെന്തോട്ടത്തിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട അവസ്ഥയിലാണ് നാം പിന്നെ ആദാമിനെ ആ മൂന്നാമത്തെ കാലഘട്ടത്തിൽ കാണും. അടുത്ത ആളുള്ള ഇന്നത്തെ എപ്പിസോഡ് എന്നിട്ട് അല്ല എപ്പിസോഡ് ഇത് നമ്മളിത് ഒരാളിൽ ഇത് കഴിഞ്ഞതിനോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാണ് ചില കാര്യങ്ങളെ അതിൽ പറയാൻ തന്നെ ആഗ്രഹിക്കുന്നത്. ഇതല്ല ഇതിന് മുകളിലുള്ളത്. ഇവിടെ നാം കാണുന്നത് തലമുറകളുടെ ബന്ധുക്കളുടെ ചില കാര്യങ്ങളാണ്. അപ്പോ ആദാം ആദ്യ തലമുറയാണ്. നോഹ എന്ന് പറയുന്നത് 9ാം തലമുറ. വലിയ ഉടമ്പടികളിൽ ആദ്യ ഉടമ്പടി നോഹയുടെ. അപ്പൊ ഉടമ്പടിയുടേതായ ആ സിദ്ധാന്തം നാം പഠിക്കാൻ നേരത്ത് പല പല ഉടമ്പടികളും നമുക്ക് ആദാമിന് ഉടമ്പടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉടമ്പടികളോട് ഉപചാതാക്കൾ അല്ലെങ്കിൽ ഉണ്ടാക്കി അതിനോട് രൂപപ്പെടുത്തിയ ആൾക്കാര് ഈ പല പല ഉടമ്പടികളും എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതായ 5 ഉടമ്പടികളിൽ പെട്ടവരാണ് നാം ഈ പ്രധാനമായ 9 പേരോട് ബന്ധപ്പെട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ആ അവസാനത്തുള്ളതായ കോളത്തില് ആരാധന പരമ്പരയിലെ പ്രധാന 9 വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞ ശേഷം ആദാം ശേത്ത് നോഹയ്ക്കാണ് പ്രധാന ഉടമ്പടി ലഭിക്കുന്നത്. പിന്നത്തെ പ്രധാന ഉടമ്പടി എബ്രാഹിമിനാണ്. പിന്നെ കിട്ടുന്നത് മോശയ്ക്കാണ്. പിന്നെ ദാവീദിനാണ്. പിന്നെ യേശു ക്രിസ്തുവിനാണ്. യേശു ക്രിസ്തുവിനാണ് ഇവരിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരിലൂടെയല്ലാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉടമ്പടിയാണ് സകല ഉടമ്പടിയുടെ നിവൃത്തികരണമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഉടമ്പടിയിലൂടെ വന്നതായ നിയമങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തി അതെല്ലാം അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് പോയി, ഡിഫ്യൂസ്ഡ് ആയി പോയി. അപ്പോ അതാണ് ഇവിടെ യേശു ക്രിസ്തുവോട് ബന്ധപ്പെട്ട് കാണുന്നത്. 9 കുറികളുടെ ആരാധന പരമ്പര വ്യക്തികളിൽ 9ാമത്തെ വ്യക്തി സത്യ ആരാധന ഉളവാക്കി അവസാന ഉടമ്പടി നൽകിയവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അതാണ് നമ്മൾ ഇതിനെ എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും പ്രത്യാവരന്തല്ല. ഇത് ദൈവവചന വ്യവസ്ഥയിലെ ചില സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായ ഒരു പ്രസ്താവനയാണ്. അപ്പോ 9 കുറിക്കൊള്ളേണ്ട ആരാധന പരമ്പര വരുന്ന ആരാധന ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതിൽ പ്രധാന ഉടമ്പടി ഉളവാക്കിയ ശേഷം ആരാധനയിൽ ദൈവത്തോടുള്ളതായ കൂട്ടായ്മയിൽ പാവം ഒരിക്കലും തടസ്സമായി തീരെയില്ല എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാക്കിയതായ ഉടമ്പടിയുടെ ഉപജ്ഞാതാവാണ് നമ്മുടെ കർത്താവായ യേശു. അപ്പൊ ഇവിടെ കൊണ്ടാണ് ഈ ഉടമ്പടികളുടെ ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം വ്യക്തമായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ മുകളിലുള്ളതായ അത് ആ സ്ലൈഡ് എടുത്ത് അപ്പോ ഇവിടെ ഈ അല്ലല്ല ഇപ്പൊ നോഹയുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ഇന്ന് സമയം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ചില കാര്യങ്ങൾ നോഹയുള്ള ബന്ധം ചിന്തിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണ്. നോഹയെ കുറിച്ചുള്ള ഉടമ്പടിയുടെ ഉള്ളതായ കാര്യം താഴെയുള്ളതായ സ്ക്രീനുകളിൽ ആ 9ാം അധ്യായത്തിന്റെ 15 തൊട്ട് 17 വരെ എഴുതിയിട്ടുണ്ട്.
അത് ഉൾക്കൊണ്ടിരിക്കുന്നുള്ളതായ ആ സ്ക്രീൻ വേണ്ടിട്ടില്ലേ സിബിൻ, ആ വാക്യങ്ങളുടെ ആദ്യ സ്ക്രീൻ ഇടുക. ആ സ്ക്രീൻ 12 തൊട്ട് നമുക്ക് കാണാൻ തക്കോട്ടും പറ്റുന്നതാണ് അതിനകത്ത്. അവിടെ പിന്നെ ദൈവം അവരോട് ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടിയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളം ആവിത്. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിനും അടയാളമായിരിക്കുന്നു. അത് നാം താഴെ വായിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഇവിടെ വേറൊരു കാര്യം കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ നോഹയോട് പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവനയിൽ ഒരു പ്രത്യേക കാര്യം ഞാൻ അതിന് ചിന്തിക്കുകയായിരുന്നു. എത്രത്തോളം ഗൗരവപ്പെടുന്ന കാര്യം പുതിയ നിയമമാണ് കൂടുതലായിട്ട് അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിവിടെ പറയാണ്, അല്ല ഞാനും നിങ്ങളും കൂടെ ഉള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്ക് ചെയ്യുന്ന നിയമത്തിന്റെ. അപ്പൊ ദൈവം ചില നിയമങ്ങൾ കൊടുക്കുന്നതിൽ ഈ സകല ജീവജന്തുക്കൾ എന്ന് പറയുന്നത് അതെന്താണെന്ന കാര്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ും 22 വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. അവിടെ അങ്ങനെയാണ്, സകല സൃഷ്ടികളും നമ്മുടെ പൂർണ്ണതയേറിയ തേജസ് കണ്ട് ജീർണതയിൽ നിന്നും വിടുതലിനായി ഉള്ളിൽ ഞെരുങ്ങുന്നു എന്ന് പറയാം. സകല സൃഷ്ടികൾ, ഇന്ന് കാണുന്ന സൃഷ്ടികൾ പോലും മാനവരാശിക്ക് വന്നിരിക്കുന്നതായ ഈ വലിയ നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ശോഭ നഷ്ടപ്പെട്ടുപോയ മനുഷ്യൻ വസിക്കുന്ന ഈ ഭൂമിയിൽ വസിക്കാൻ അവരിലും ലഭിക്കേണ്ടതായ ശോഭ, അല്ലെങ്കിൽ അവരിലും ലഭിക്കേണ്ടതായ അനുഗ്രഹം അതില്ലെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, 1000 ആണ്ട് ഭരണകാലത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 1000 ആണ്ട് കാലത്ത് നാം അവിടെ ആയിരിക്കുന്നത് നമ്മൾക്ക് ലഭിക്കേണ്ട ശോഭ, നഷ്ടപ്പെട്ട ശോഭയും നാം ഈ ലോകത്ത് വെച്ച് ക്രിസ്തുവോട് കക്ഷത വെച്ചുകൊണ്ട് നേടിയ ശോഭയും ചേർത്തുകൊണ്ടുള്ളതായ ശോഭയുള്ള പുതിയൊരു ശരീരം, അല്ലെങ്കിൽ തേജസ്കരിക്കുന്ന ശരീരം, അല്ലെങ്കിൽ ആത്മീയ ശരീരം വഹിച്ചുകൊണ്ട് അവിടെ ആ കാലഘട്ടത്തായിരിക്കും. അന്നേരം ആ കാലഘട്ടത്തിൽ പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? സൂര്യന്റെ ശോഭയുടെ അളവ്, ചന്ദ്രന്റെ ശോഭയുടെ അളവ് കൂടും, മുഴുവൻ ഭൂമി നൽകുന്നതായ ഫലഭൂഷ്ടിയുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന കാര്യം ഇവിടെ കൊണ്ട് മനസ്സിലാക്കിയാണ്. ഏത് റോമാലേഖനം 8-ന്റെ 19. അപ്പൊ നമുക്ക് ശോഭ ലഭിക്കുമ്പോൾ സൃഷ്ടിജാലങ്ങൾക്ക് പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മിലുണ്ടാകുന്നതായ ഓരോ അനുഗ്രഹീയമായ സ്വഭാവ ഗുണങ്ങൾ ഇന്ന് ഒരു പശുവിനെയും പട്ടിയെയും അത് ഒരളവിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെയുള്ള ഒരു പട്ടി പോലെ ആയിരിക്കുമില്ല ഒരു ജാതി വളർത്തുന്നത് പട്ടി. എന്നാൽ നേരെ മറിച്ചായിരിക്കട്ടെ, അത് വേറെ വിഷയം. എന്നാൽ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് പട്ടിയോട് കൂടും അനുകമ്പ തോന്നും. പിന്നെയാണ് സഹവിശ്വാസികള്, പിന്നെയാണ് സഹവിശ്വാസികളോട്, പിന്നെയാണ് സഹവിശ്വാസികളോട്. പക്ഷെ ഇതുണ്ടോ? ആരാധനയും മറ്റും വല്ല സഹാനുഭൂതി ഉണ്ടോ? നമ്മളിലെ അപ്പോന്നായ പലരായ നാം ഒന്നെന്ന് പറഞ്ഞ അവസ്ഥയിൽ ജീവിക്കേണ്ടതായ നാം ഇന്ന് അന്യനെ കാണുമ്പോൾ തല മറച്ചു കളഞ്ഞുകൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ താൻ തിരിച്ചു കളയും. കണ്ടു കഴിഞ്ഞാൽ നിന്ന് സംസാരിക്കാൻ തക്കോണ്ട് എവിടെയാകുമല്ലോ. അത്രത്തോളം കൊണ്ട് കൂട്ടായ്മയുടെ മഹത്വം എന്ന് പറയുന്നു. ഞങ്ങളെല്ലാം ഒരാളുടെ പേര്. അപ്പൊ ഇപ്പോൾ അതെപ്പോഴും എന്താണ് അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് സത്യമാണ്. എന്താണ് പറയുന്നത്, ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒമാനിലും മറ്റും ആയിരുന്നപ്പോൾ, വിദേശ രാജ്യത്തായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ സഹോദരന്മാരുടേതായ ആ അന്യനെ കാണുമ്പോൾ സന്തോഷം എത്ര വലുതാണ്. എന്നുവെച്ചാൽ സഹോദരന്മാരെന്ന് വെച്ചാൽ വേറെ വിഷയമൊന്നുമില്ല. ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആത്മീയ കാര്യങ്ങളിലാണ്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ജോലി കഴിഞ്ഞാലും മറ്റും ആത്മീയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നാം ഭാരപ്പെടുന്നത് മറ്റു വിഷയങ്ങളിലായിരിക്കാൻ നമ്മുടെ സഹജീവികൾ അല്ലെങ്കിൽ സഹോദരവർഗത്തെ, ആത്മീയ വർഗത്തെ കണ്ടാൽ നാം ഒരിക്കലും ഒന്ന് മുഖം നേരെ വെച്ച് നോക്കാതെ തിരിച്ചു കളയുന്ന അവസ്ഥയിലായി. അപ്പൊ എന്നാൽ ഇവിടെ പറയുന്നു നോക്കുക, സകല ജീവജന്തുക്കളും നമ്മൾക്ക് തന്നെ ഈ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉണർവുണ്ടാവും എന്ന് പറയുന്നത്. അതാണ് ഇതിനോട് പറയുന്നത്. അപ്പൊ ഈ എന്നാണ് ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടുത്തെ ജനത്തിന്റെ പാപനിമിത്തം ആ ജനത്തിലൂടി അല്പം ചില നല്ലതായ ജീവികളും അല്ലാത്ത ജീവികളും ആ പെട്ടകത്തിൽ പെട്ടു രക്ഷ പ്രാപിച്ചു. എന്നാൽ പാപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന സകല ചരാചരങ്ങളും അത് കെട്ടടങ്ങിപ്പോയി. അതാണ് പറയുന്നത് ഒരു വിശ്വാസിയുടെ പാപത്തിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെയാണെന്ന കാര്യം ഈ 12-ാം വാക്യം കൊണ്ട് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കും. അതിനോട് അങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സകല ജാതികൾക്കും. പിന്നെ മഴവെല്ലിൽ അടയാളം എന്ന് പറയുന്നത്, ഈ മഴവെല്ലിൽ അടയാളം എന്ന് പറയുമ്പോൾ മഴവെല്ലിന്റെ അടയാളത്തിൽ നമുക്ക് വളരെ സത്യങ്ങൾ ഗ്രഹിക്കാൻ തക്കണം പറ്റും. അതെന്താണ് മഴവെല്ലിനെ കാണിക്കുന്നത്? ഒരു മഴവെല്ലിനെ കാണിക്കുന്ന വെച്ചാൽ അത് ഭയങ്കരമായുള്ളതായ കാറ്റും കോളും ഉണ്ടായിരുന്നതായ ആ ഇരുണ്ടതായ ഒരു അന്തരീക്ഷത്തിന് അവസാനം വന്ന് ശാന്തമായ അന്തരീക്ഷവും, എന്നാൽ അത് മാറിയതായ നേരത്തിലുള്ളതായ ആ ബാഷ്പകിരണങ്ങളും തിങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തെക്കാണ്. അവിടെയാണ് സൂര്യന്റെ പ്രകാശം തട്ടി ഈ മഴവിൽ ശേഷിച്ചതായ മേഘങ്ങളിലെ അത് വ്യക്തമായി തെളിഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനകത്ത് എന്ത് കാണിക്കുന്നത്? ഇത് യേശുക്രിസ്തുവിനുള്ള ആ ക്രൂശിനെയാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കാണുമ്പോൾ എന്താ? ശിക്ഷാവിധി കഴിഞ്ഞുപോയി. ഇനി പാപത്താൽ അല്ലെങ്കിൽ ജലത്താൽ ഒരിക്കലും ശിക്ഷാവിധി ഉണ്ടാകില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോ ലോകത്തിന്റെ ശിക്ഷ അപ്പോ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ കഴിച്ചതായ യാഗത്താൽ സദാകാലത്തേക്കും സൽഗുണ കൂത്തി വരുമാറ് ആ യാഗങ്ങളുടെ അവസാനമായ യേശുക്രിസ്തുവിന്റെ ഉള്ള ക്രൂശിന്റെ മരണം പരമയാഗമായി തീർന്നിരിക്കുന്നു. ഈ മഴവൻ നമ്മളെ കാണിക്കുന്നതിൻ്റെതായ കാര്യം, അതിൻ്റെ നിറം മനോഹരമാണ്. അത് ഒരുമിച്ച് ചേർന്നപ്പോൾ വെള്ളയാണെന്ന് പറയുന്നു. ശോഭ കാണുന്നത്, ശോഭയുടെ അത് പവിത്രമായ പ്രകടനമാണ് മഴവിൽ കാണിക്കുന്നത്. അപ്പൊ ശോഭയിൽ ഉണ്ടാകുന്നതായ പവിത്രമായ പ്രകടനങ്ങൾ പല നിറങ്ങളിലായിട്ട് കടന്നു വരുന്നത് കാണാൻ തക്കുന്നത്. ഇതൊരു ഏകീഭാവത്തെ കാണിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹരോന്റെ ആ പതക്കത്തിൽ ആ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കല്ലുകളെ കാണാൻ തക്കൊണ്ട് സാധിക്കും. ആ 12 കല്ലുകളുടെ ഏകീഭാവം എന്നത് അഹരോന്റെ തലയിൽ വന്ന ഏക അഭിഷേക തൈലം ആ താടിയിൽ കൂടി ഒഴുകി തൻ്റെതായ റോബ്സ് അല്ലെങ്കിൽ തൻ്റെ അങ്കിയിൽ കൂടി ഒഴുകി അത് അടിയിലുള്ളതായ ആ മാതളപ്പഴത്തിന്മേലും ആ ശബ്ദം ഉണ്ടാക്കുന്നതായ ആ മണികളിലും മേലും വന്ന് ഒതുങ്ങുന്ന കൂടിയാണ്. അവിടെ ഒരു കാര്യം കാണുന്നത്, ആ പതക്കത്തിൽ പതിപ്പിച്ചിരിക്കുന്ന 12 ഗോത്രങ്ങൾക്കും 12 നിറമാണെങ്കിൽ ആ എണ്ണ ഒഴുകാൻ നേരത്തെ ഉണ്ടാകുന്ന നിറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിറമാണ്. അങ്ങനെ ഒരു പ്രത്യേക നിറത്തിലാണ് ദൈവസന്നിധിയിൽ ദൈവജനത്തെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ അഭിഷേകത്തിന്റെ അധികാരത്തിൽ ദൈവം നിലനിർത്തുന്നത്. അത് യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ അധികാരത്തിലാണ്. അപ്പൊ നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ഏക ശരീരമാണ് ആരാധിക്കുമ്പോൾ നമ്മിൽ അന്യോന്യമുള്ളതായ ഒരു കുറവുകളോ കളറിന്റെ വ്യത്യാസങ്ങളോ ഈ 12 ഭിന്നത ഒന്നും കാണുന്നില്ല. അത് വേഗമായിട്ട് അതിൻ്റെ അതാണ് ഭിന്നതയും ഏകീകത എന്ന് പറയുന്ന അവസ്ഥയിൽ യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി. മനസ്സിലായില്ല? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ നിൽക്കുന്നതാണ് ഒരു ആരാധന കൂട്ടായ്മ എന്ന് പറയുന്നത്. അതെല്ലാം ഒതുങ്ങുന്നതാണ്. അപ്പോ അതാണ് ഈ മഴവിൽ കാണിക്കുന്നത് വേറെ സത്യം എന്ന് പറയുന്നത്. പിന്നെ മഴവിൽ കൊണ്ട് കാണിക്കുന്നതായ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? ഒരു സൈഡിൽ വലിയ ഒരു സമൂഹം ചത്തു ഒടുങ്ങിയിരിക്കുന്നു, വേറെ സൈഡിൽ അല്പം ചിലർ ആ പേടകത്തിന്റെ അകത്തുകൂടി രക്ഷമാവുന്നു. ഇത് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, അത് യേശുക്രിസ്തുവിൽ നടക്കാതിരിക്കുന്ന ഒരു കാര്യം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദാമിന് കൊടുത്തുള്ള കൽപ്പനയാണ്. എങ്ങനെയാ? ആദാമിനോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് പാപം ചെയ്തു എന്ന് ചോദിച്ചു. അന്നേരം ആദാം പറഞ്ഞു, നീ എനിക്ക് എന്നുള്ള സ്ത്രീ പറഞ്ഞു. നോക്കിയേ, തെറ്റുകൾ പിതാവിന്റെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് പോകും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ലല്ലല്ല, ഞാനല്ലേ ചെയ്തത്, ഈ സർപ്പം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല. എന്നാൽ സർപ്പമോ സ്ത്രീയുടെ കുതികാൽ. കർത്താവിന്റെ മരണമാണ് ആ കുതികാൽ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ നിലനിൽപ്പ് മാറി. അവൻ ക്രിസ്തുവിനെ പരിപൂർണമായിട്ട് കർത്താവ് പറഞ്ഞ പോലെ
പച്ച മരത്തോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണങ്ങിയതായ നിങ്ങളോട് എന്തു ചെയ്യൂ എന്ന് പറയും. സാത്താന്റെ കൈവിട്ട് ഒരളവിൽ ശിക്ഷയ്ക്ക് വേണ്ടി അത് വേറെ വ്യാഖ്യാനമായിട്ട് വരും. പക്ഷെ അതിന് വേറെ വിട്ട ആൾക്കാർക്ക് പറയുന്നത് അത് വേണ്ട. പിതാവായ ദൈവത്തിന് അനുവാദത്തോടുകൂടി പുത്രൻ പരിപൂർണമായി ശിക്ഷിക്കപ്പെടാത്ത കൊണ്ടുപോയാണ്. പച്ചമരത്തോട് ചെയ്യുകയാണെങ്കിൽ ഉണങ്ങിയതോട് ചെയ്യുന്നതാണ്. അത് കൊല്ലത്തിൽ പറയുന്നുണ്ട്. അവന്റെ ആത്മാവ് കൃഷ്ണനാളിൽ കാണേണ്ടതിന് സാത്താനെ എങ്ങനെയാ ശിക്ഷിക്കാൻ തക്കോണം സപ്പോസ് ആത്മാവിലൂടെ അനുവദിക്കുന്ന കാണാൻ തക്കോണം. ഏത് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിന് രക്ഷ ഉണ്ടാകാൻ തക്കോണം ജഡത്തിൻ്റെതായ ശിക്ഷാവിധി കൊടുക്കും. അപ്പൊ ഇവിടെ നാം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സാത്താന്റേതായ തല തകർക്കുകയാണ്. സാത്താന്റെ തലയെന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണമാണ് അവന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ന്യായപ്രമാണം എടുത്താണ് രാത്രിയും പകലുമില്ലാതെ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മെ സാത്താൻ കുറ്റം വിധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ടുണ്ട്. അനുനിമിഷം ദൈവജനത്തെ കുറ്റം വിധിക്കുന്ന സാത്താനെ 1000 ആണ്ടേക്ക് പിടിച്ചു അഗാധ കൂപത്തിലിട്ടു എന്ന് പറയുന്നു. രാപകൽ ദൈവജനത്തെ കുറ്റം വിധിക്കുകയാണ്. അത് നമുക്ക് കാണാൻ തക്കൊണ്ട് പറ്റുന്നത് ലോകയല്ല, യോബിനോട് ബന്ധപ്പെട്ടാണ്. യോബ് ഒരു തെറ്റും ചെയ്യാത്ത യോബിനെ പോലും കുറ്റം വിധിച്ചാണ്. അവൻ തെറ്റിയാതെ നിന്റെ മുമ്പിൽ നീതിമാനല്ല നല്ലവനായി ജീവിക്കുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടിക്കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം, എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സാത്താൻ വിടില്ല. നമുക്ക് പരീക്ഷണം വരും. പക്ഷെ പരീക്ഷണങ്ങൾ വരുന്നത് നന്മയ്ക്കായിട്ട് നിൽക്കാൻ കൊണ്ടാൻ പറ്റും. പരീക്ഷണം അതിജീവിച്ച ശേഷം നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് കൂടുതലായി ശോധനയുള്ള തീർന്നൊക്കെ കൊണ്ട് പറ്റുന്ന യാക്കോബിനെ അതിൽ പറയും. ഈ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ എന്ന് പറയുമ്പോൾ അനുനിമിഷം നമ്മെ പിതാവായ ദൈവത്തിന് മുമ്പിൽ കുറ്റം വിധിക്കുന്നവനാണ്. ആ സാത്താനാണ് അവന്റെ അത് കുറ്റം വിധിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെയ്ത് തെറ്റിനെ എടുത്ത് കാണിക്കുന്നവൻ. അല്ലാതെ വെറുതെ ഒന്നും കുറ്റം വിധിക്കുന്നതല്ല. അല്ലാതെ കുറ്റം വിധിക്കുന്നതായിട്ട് കാണാൻ കൊണ്ടും പറ്റും ദൈവത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അതാണ് നമ്മൾ യോബിനോട് ബന്ധപ്പെടുന്നത്. എന്നാൽ പാവം ചെയ്യുമ്പോൾ അവനാണ് എടുത്ത് പറയുന്നത് അതെ ആ പാവം ചെയ്തു അവനെ ശിക്ഷിക്കും. ദൈവത്തിന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുറ്റം വിധിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത് മരണം കൊണ്ടുവരാൻ പറ്റില്ല അവന്. ഇന്ന് നമ്മളെ ശിക്ഷിക്കുന്നത് എങ്ങനെയാ? ബാലശിക്ഷാകാരനെ കൊണ്ട് അവൻ പ്രേരിപ്പിക്കും. ദൈവം കരുണയുള്ളവരാണെങ്കിലും സാത്താന്റെ പേരന്റ് എന്ന കാര്യം വചനം വെളിപ്പെടുത്തുക എന്റെ വാക്കല്ലത്. ദൈവത്തിന്റെ നീതിമാന ദൈവത്തിന് ജഡത്തിൽ ശിക്ഷിക്കാതിരിക്കാൻ തക്കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് അയോഗ്യമായ അപ്പത്തിനും പാനപത്രത്തിനും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തഴത്താ ശിക്ഷാവ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ബലഹീനരും രോഗികളും അകാല മരണം സംഭവിക്കുകയും ചെയ്തു. നിങ്ങളെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. ലോകത്തോട് നിങ്ങൾ വിധിക്കാതിരിക്കാൻ തക്കോണം, ലോകത്തോട് വിധി 2ാം മരണത്തിൽ വിധിക്കാതിരിക്കാൻ തക്കോണം നിങ്ങളെ ബാലശിക്ഷ ജഡത്തിൽ നടത്തുകയത്രേ ചെയ്യുന്ന കാര്യം 1 Corinthians 11 അധ്യായത്തിന്റെ 26 തൊട്ട് താഴെ വായിക്കുമ്പോഴത്തേക്ക് സാധിക്കും. ഇപ്പൊ വിശ്വാസിക്ക് വരുന്നതായ ബാലശിക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെ ചില പ്രമാണമാണ്. അപ്പോൾ നാം എന്തെല്ലാം വിധത്തിലാണ് കാര്യങ്ങളെ പ്രമാണത്തിൽ ചിന്തിച്ചു നമ്മെ തന്നെ നിയന്ത്രിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം ജീവിക്കേണ്ട കാര്യങ്ങളും കൂടുതലായിട്ട് മറ്റ് കാര്യങ്ങൾ ഇനി ചിന്തിക്കാം. ഇവിടെ കൂട്ടി ഇനി അല്പം ചിന്തിക്കാം. ഇനിയുള്ള ഭാഗങ്ങള് സമയം പോയതുകൊണ്ട് ഇനി ഭാഗങ്ങളിലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെതായ ചോദ്യം മറ്റുമുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ച ചിന്തിക്കാം. 1-2 ഭാഗം കൂടി ഇതിനകത്ത് ചിന്തിച്ചു പോകാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. അതുകൂടെ ചിന്തിക്കാതിരിക്കാൻ തക്കൊണ്ട് പറ്റുന്നില്ല. അത് നോഹയോടുള്ള ബന്ധത്തിലാണ്. ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് വ്യാഖ്യാനിക്കുന്ന കാര്യം വിടുന്നുണ്ട്. പക്ഷെ പ്രത്യേകം ഈ നോഹയോടുള്ള ബന്ധത്തിലുള്ളതായ ചിന്ത അടുത്ത ആഴ്ചയിൽ ഇത് പൂർത്തീകരിക്കാൻ തക്കോണം വിട്ടുപോയ കാര്യം പറയാൻ ദൈവാത്മ ഇടയാകട്ടെ. വ്യക്തിയാൽ കുറിക്കൊള്ളേണ്ട ഒരു കാര്യം, നോഹ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും ഒരു വിടു നൽകിയപ്പോൾ താൻ കുടിച്ചു മത്തനായി നഗ്നനായി പോയി. നോഹ നഗ്നനായി പോയി. He became naked. നോഹ നഗ്നനായി, കുടിച്ചു മത്തനായി നഗ്നനായി. എന്താ പറയുന്നതിന്റെ അർത്ഥം? ഈ നോഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നോഹ എന്ന് പറയുമ്പോൾ ഇത് ചിന്തനീയമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഇവിടെ ചിന്തിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. അത് നോഹ എന്ന് പറയുന്നതിന്റെ പേര് എന്ന് പറയുന്നത് ഇപ്പോസ് എന്നൊരു വേർഡ് അതിനോട് കൊടുക്കുന്നത് അതിന്റെ ഗ്രീക്കിനോട് ബന്ധപ്പെട്ട് പറയുന്നു. റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ്, പിന്നെ സ്വസ്ഥത അല്ലെങ്കിൽ ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ മശാന മൂകത
എല്ലാം തീർന്നു, ഇനി ഒരു പ്രശ്നമൊന്നുമില്ല. ഇന്ന് വിശ്വാസികളുടെ ഇടയിലുള്ളതാണ്. എന്താ? രക്ഷിക്കപ്പെട്ടു, കർത്താവ് മൂലം നഷ്ടപ്പെട്ടു എന്ന് കേട്ടി ഇനി സ്വസ്ഥതയാണ്. സ്വസ്ഥമായി സ്വസ്ഥത കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കുണ്ടാകുമ്പോൾ എന്തുണ്ടാവും? പാവം ജനിക്കും. പാവം ജനിക്കുമ്പോൾ പാരമ്പര്യം ശമിക്കപ്പെട്ടു പോകും. നഗ്നത കണ്ടതായ തന്റെ 2 മക്കളും ശപിക്കപ്പെട്ടു പോയി, നഗ്നതയോട് ബന്ധപ്പെട്ട് നിന്നത്. എന്നാൽ ഒരുവനാണെങ്കിൽ തന്നെ രണ്ടാമനും അതിനോട് ബന്ധപ്പെട്ട് പോകുന്നത് കാണാൻ പറ്റും. അത് ആഴമായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും അതിന് ക്ഷേത്രത്തിന് മാത്രം തന്റേതായ അനുഗ്രഹം പകർന്നു കൊടുക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് വിശ്വാസിയുടേതായ തെറ്റിന് അവന് പ്രത്യക്ഷമായിട്ട് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം, എന്നാൽ പാരമ്പര്യത്തിന് ഇഷ്ടമല്ലിയാണ്. അവിടെ എത്രത്തോളം നാം ഗൗരവമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നാളിപ്പോ ഇങ്ങനെ വായിക്കാം, എഫെസ്യ ലേഖനം 5:14 ഇങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മനുഷ്യരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഒരു ചൊല്ലാക്കി തീർന്നിരിക്കുകയാണ് പൗലോസ്. അപ്പോൾ ആ ഇടയിൽ ഈ ചൊല്ലുണ്ടായിരുന്നു. അന്ന് രക്ഷിക്കപ്പെട്ടവർ തന്നെ ബാക്ക് സൈഡായിട്ട് ലോകത്തിന്റെ വ്യവസ്ഥകളിൽ ലോകം ആസ്വദിക്കാൻ കൊണ്ട് പോയിട്ടുണ്ടെന്ന കാര്യം പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വാസ കപ്പലെല്ലാം തകർന്നു പോയത് അലക്സാണ്ട്രിയസും മറ്റും. അപ്പോ പറയുന്ന സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു കൂട്ടർ റെസ്റ്റ് എടുക്കുകയാണ്, എല്ലാം ലഭിച്ചു കഴിഞ്ഞു. ആ റെസ്റ്റിന്റെ പുറത്ത് നഗ്നതയെ കാണുന്നു. എന്താ പറയുന്നത്? നഗ്നത. അതാണ് പറയുന്നത് അവസാനമുള്ള വെളിപ്പാട് പുസ്തകം അവസാനമുള്ളതായ സഭയോട് പറയുന്നതാണ്, നീ നഗ്നനും നീ ഒന്നുമില്ലാത്തവരാണെന്ന് പറയുന്നത്. നീ പറയും നീ എല്ലാം തികഞ്ഞനാണെന്ന് പറയാം. നീ നഗ്നനാണ്. നിന്റെ കണ്ണു തുറക്കാൻ തക്കവണ്ണം എന്നോട് നീ ചോദിക്കുക കണ്ണിൽ ലേപത്തിന് വേണ്ടി. അത് നല്ലതായ അനുഗ്രഹത്തിന് ശോഭ കൽപ്പിക്കാൻ തക്കവണ്ണം എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് തരാം. അപ്പൊ അവിടെയുള്ളതായ ആ സഭ എന്ന് പറയുന്നത് ലഭിച്ച് സംതൃപ്തരായി കഴിയുകയാണ്. അവരെ നഗ്നത പുറത്തു വരുന്നുണ്ട്, പക്ഷെ അവരറിയുന്നില്ല. ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ വന്നിരിക്കുന്നതായ വലിയൊരു കാര്യം ഇതാണ്. ഒരു കൂട്ടര് അയാളുടെ പറഞ്ഞ പോലെ ആശാന്റേതായ നെഞ്ചത്ത് അല്ലെങ്കിൽ കടലിക്ക് പുറത്തുനിന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒരു കൂട്ടര് യേശുക്രിസ്തു മൂലം ലഭിച്ചതായ ആത്മീയ രക്ഷയുടെ അനുഗ്രഹം അനുഭവിക്കാതെ ഇപ്പോഴും രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അധ്വാനിക്കുന്നു. എബ്രാഹിം പറയുന്ന പോലെ നിങ്ങൾ ഇപ്പോഴും അധ്വാനിക്കുകയാണ്, സ്വസ്ഥതയൊക്കെ ഉണ്ട്, ആ സ്വസ്ഥത അനുഭവിക്കുന്നില്ല. എന്നാൽ സ്വസ്ഥത അനുഭവിച്ച് ആക്കിയിരിക്കുന്നവരോ ഈ സ്വസ്ഥതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സൽപ്രവൃത്തി ചെയ്ത് പൂർത്തീകരണം വരുത്തണം എന്നുള്ള കാര്യം മറന്നുപോയി സംതൃപ്തരായി കഴിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നോഹക്ക് വന്നുപോയ വീഴ്ചയാണ് വരുന്നത്. എന്താ? നഗ്നത. ഇതേ നഗ്നതയാണ് നാം പത്രോസിൽ കാണുന്നത്. കർത്താവ് ആ ഗെനസരേത്ത് തടാകത്തിൽ അവിടെ രാത്രിയുടെ യാമത്തിൽ താൻ ഉത്തരദേശം ചെല്ലാൻ നേരത്ത് അവിടെ മീൻ പിടിക്കുന്നതായ തന്റെ ശിഷ്യന്മാർ വീണ്ടും മീൻ അതാണ് ആ തോണിയിൽ കാണാൻ തക്കുന്നത്. അവിടെ കർത്താവ് വിളിക്കാൻ നേരത്ത് പലരും കിട്ടിയ കുഞ്ഞുങ്ങളെ നിന്ന് കർത്താവ് വിളിക്കാൻ നേരത്ത് അന്ന് യോഹന്നാൻ മനസ്സിലായി ആരാണെന്ന്. എന്നാൽ ഒരാളവിടെ നഗ്നനായിരുന്നു. ആരായിരുന്നു? പത്രോസ് നഗ്നനായിരുന്നു. കർത്താവിന്റെ കൂട്ടായ്മ വിട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ അപകർഷാബോധത്താൽ നഗ്നതയുടേതായ അതാണ് മഹാനത തന്നെ ഉള്ളിൽ വസിക്കുകയായിരുന്നു. കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാണാൻ പറ്റുന്നത്. അത് യോഹന്നാന്റെ അവസാന അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ പത്രോസിനെ യഥാസ്ഥപ്പെടും നഗ്നായി കാണാം. അപ്പോൾ നഗ്നായി കണ്ടപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ നഗ്നത ഉണ്ടായിരുന്നതായ ആ പത്രോസ് ഉണ്ടായിരുന്നതായ ആ ഇടതുഭാഗത്ത് മീൻ വന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ് വല വീശേണ്ടത് വലതു ഭാഗത്താണ്. കാരണം ഇവിടെ നഗ്നതയുള്ളവനുണ്ട്. നഗ്നതയുള്ളവൻ വല വീശാൻ മീൻ കിട്ടില്ല. ഇന്ന് എന്തുകൊണ്ടാണെന്ന് വലിയൊരു സുവിശേഷ ഘോഷം നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആരും ഒരു മീനും കിട്ടാത്തത്? നഗ്നത എറിഞ്ഞാലുള്ളതായ പ്രസംഗങ്ങളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നഗ്നതയുള്ളതായ ആൾക്കാരെയാണ്. നഗ്ന എന്ന് പറയുമ്പോൾ അതിന് ഒരു രക്ത ചുരുക്കമായിട്ട് പറയാണ്, അത് വ്യാഖ്യാനിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നിർത്തട്ടെ. അപ്പോൾ നഗ്നനായ ശേഷം എന്തെല്ലാം സംഭവിക്കുന്നു?
നമ്മുടെ നഗ്നതയാണ് ഇന്ന് കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയാൻ തക്കവണ്ണം പറ്റാത്തത്. പിതാവ് അവർ ഒന്നാകുമ്പോൾ നീ എന്നെ ലോകത്തിൽ അയച്ചെന്ന് കാര്യം ലോകം അറിയുന്നു. ഇന്ന് ഒന്നൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ നഗ്നത ആ വിനതയിൽ പുറത്തോട്ട് വരികയാണ്, നമ്മുടെ ജഡീകത. അങ്ങനെ പല പല നഗ്നത വരുന്നുണ്ട്. നമ്മുടേതായ ആഭരണത്തിലുള്ള നഗ്നത. ശോഭയില്ലാത്ത അവസ്ഥയിലാണ് ആഭരണം വേണ്ടത്. ശോഭ ലഭിച്ചതാണ്, എന്നാൽ പിന്നെ ആഭരണം ഇട്ടുകൊണ്ട് ആ ശോഭക്ക് പരമായിട്ട് നേടലിനെ പൊരുളായിട്ട് പിന്നെ എടുക്കുകയാണ്. അല്ല, അപ്പൊ പൊരുളിന്റെ സ്ഥാനത്ത് നേടലിനെ എടുത്തിടുകയാണ്, വാങ്ങിയിടുകയാണ്. എന്നാ പൊരുളായ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതാണ് നാം ഇന്ന് കാണിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ മാനദണ്ഡം. നഗ്നത മാർക്കലാണ്. പക്ഷേ ഇവിടെ കാണുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗ്നത അടിസ്ഥാനത്തിൽ ഒരു വലിയൊരു പാരമ്പര്യം അല്ലെങ്കിൽ എന്റെ മക്കളിൽ വലിയൊരു കുട്ടിയെ അന്ധകാശത്തോട്ട് പോകുന്നതാണ്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കാതെ എഴുന്നേൽക്കുക. അങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ജാതികളുടെ ലോകത്തിന് അനുരൂപരാകാതെ റോമലേഖനം 12:1-2 വാക്കുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുടെ ആരാധനയായി ദൈവം സമർപ്പിക്കുന്നു. അതല്ല യോഗ്യമായ നിങ്ങളുടെ യാഗം. ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവതയെന്നും തിരിച്ചറിയേണ്ടതിന് മനുഷ്യബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഉള്ള അവസ്ഥയെ മനുഷ്യബുദ്ധിക്കേണ്ട രൂപാന്തരപ്പെടുവാന്നൊക്കെ ക്രിസ്തു തമ്മിൽ ശോഭിക്കാൻ തക്ക ഇടയാകുമ്പോൾ നാം വീണ്ടും ദൈവത്തിന് വേണ്ടി കർത്താവിനോട് സഹിച്ചുകൊണ്ട്, അവരുടെ കഷ്ടം സഹിച്ചുകൊണ്ട്, ശോഭയമ്മേ ശോഭ ലഭിച്ചുകൊണ്ട് പുത്തൻ രൂപത്തോട് അനുരൂപമായി കൊണ്ടുന്ന അവസ്ഥയെ, അല്ലെങ്കിൽ മൂടുകൂടം മാറിയ ശേഷം അതാണ് കണ്ണാടിയുന്ന പോലെ നാം ശോഭയമ്മേ ശോഭയുള്ളവരായി 2 Corinthians 3:18 വാക്യം ശോഭയമ്മേ ശോഭ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം. അത് പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യങ്ങളുണ്ട്. എല്ലാ ശിക്ഷയും മാറിയല്ലോ, ഇനി ശിക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആസ്വദിക്കുകയായിരുന്നു പുതിയ ലോകം. അവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കർത്താവ് അവിടെ നോക്ക് പുതിയ വേറെ കൽപ്പന കൊടുക്കുന്നുണ്ട്, യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. അത് ക്രിസ്തുവിനുബന്ധിതമായ പുതിയ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ സോദര ന്യായപ്രമാണത്തെയും ഇവിടെ വ്യക്തമായ ഒരളവിൽ വെളിപ്പെടുത്തുന്നതാണ് നടക്കുന്നത്. പക്ഷെ സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അല്ല സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ന്യൂജേര് വരാൻ തക്കവണ്ണം നോക്കാം. ദൈവനാമത്തെ കുടുംബമാണ്. Thank you, Arnold. Thank you very much. സംശയമില്ലാന്ന് വിശ്വസിക്കുന്നു. സാലോങ്ങൾ കേൾക്കാമോ? കേൾക്കാം. ക്ലോസിംഗ് പ്രയർ ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈകിയവേള കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ നിലയിലൂടെ തന്നു. ഈ ദിവസത്തിന്റെ മണിക്കൂറുകളിലും ഞങ്ങൾക്ക് ആവശ്യമായ പരിപാലനവും സംരക്ഷണവും തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവേ,